ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ ലോസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് T.S. എലിയറ്റ്സിൻ്റെ വേസ്റ്റ്ലാൻഡ്. T.S. എലിയറ്റ് ഒരു അമേരിക്കൻ ആണ് ബൈ ബർത്ത്, ബട്ട് ഒരു ഇംഗ്ലീഷ്മാൻ ആണ് ബൈ അഡോപ്ഷൻ. ഒരു നാച്ചുറലൈസ്ഡ് ബ്രിട്ടീഷ് സബ്ജക്റ്റ് ആയി മാറുന്നത് 1927 ആ ഒരു അമേരിക്കൻ ബ്ലഡും ആ ഒരു ഇംഗ്ലീഷ് ഇൻ്റലക്റ്റും എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു പോയറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ആളുടെ റൈറ്റിംഗ് കരിയറിൽ പറയുവാണെങ്കിൽ ആൾ ഭയങ്കര ക്രിയേറ്റീവ് റൈറ്റിംഗ് ഒക്കെ ചെറുപ്പത്തിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ആളായിരുന്നു. ആൻഡ് ആള് ഒരു പോയറ്റ് എന്നൊരു നിലയിലോട്ട് വരാൻ അല്ലെങ്കിൽ പോംസ് കമ്പോസ് ചെയ്യാൻ മെയിനായിട്ടുള്ളൊരു കാരണം എസ്ര പൗണ്ട് ആണ്, ഹൂസ് എ ഫേമസ് ഇമേജസ് പോയറ്റ്. ഹി എൻകറേജ് എലിയറ്റ് ടു കമ്പോസ് പോംസ്. ആള് പ്രോസ് റൈറ്റിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ ഫസ്റ്റ് വേഴ്സ് ഡ്രാമ മർഡർ ഇൻ ദ കത്തീഡ്രൽ ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വർക്കാണ്, പബ്ലിഷ്ഡ് ഇൻ 1935. അങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലോട്ട് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് T.S. എലിയറ്റ്. ക്രിറ്റിസിസം ഓൾസോ. എലിയറ്റ് ഒരു എന്താ പറയുക, ഹയസ്റ്റ് ഓണർ ഇൻ ലിറ്റററി വേൾഡ് റിസീവ് ചെയ്തിട്ടുള്ള ആളാണ്, ബോത്ത് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഇൻ അമേരിക്ക. ഹി വാസ് awarded Nobel Prize for Literature. Okay, now about the age of Eliot. 20th century എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇറ്റ് ഈസ് മാർക്ക്ഡ് വിത്ത് എമർജൻസ് ഓഫ് ന്യൂ ആൻഡ് വേരിഡ് വാല്യൂസ് ഇൻ ഓൾ ഫീൽഡ്സ് ഓഫ് ലൈഫ്. സോഷ്യൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ, ലിറ്റററി വാല്യൂസ്, ഇതെല്ലാം ഒരുപാട് ട്രെമൻഡസ് ചേഞ്ച് കടന്നു പോയിട്ടുള്ള സംഭവങ്ങളാണ്. ആൻഡ് ഈ ഒരു മോഡേൺ എറയിൽ നടന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നതായിരുന്നു വേൾഡ് വാർസ്. ആൻഡ് ഈ ഒരു ആറ്റം ബോംബ് എക്സ്പ്ലോഷൻ, ഈ ഒരു സംഭവം ഇറ്റ് ഹാഡ് ക്രിയേറ്റഡ് എ ട്രെമൻഡസ് എഫക്റ്റ് ഓൺ മാൻസ് ഇമാജിനേഷൻ. The belief that science would make the world a better place to live in has been shattered. And ആ ഒരു സമയത്ത് there is a widespread fear that science may destroy the world altogether. And ഈ war അല്ലെങ്കിൽ fear of war is an indication that the structure of modern civilization is crumbling. ഈ വാറിന് ശേഷം എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഡിസല്യൂഷൻമെൻറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് അത് നമുക്ക് ഒരുപാട് ഇമ്പാക്റ്റ് ആയിട്ട് നമ്മുടെ വേസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന ഈ പോയിട്രിയിൽ കാണാൻ പറ്റും. A.G. ജോർജ് എന്ന് പറയുന്ന ഒരു ആള് എലിയറ്റിൻ്റെ ഈ ഒരു വർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ജനറലി അക്സെപ്റ്റഡ് വ്യൂ ദാറ്റ് എലിയറ്റ്സ് വേസ്റ്റ്ലാൻഡ് എക്സ്പ്രസ് ദ മൂഡ് ഓഫ് വെയർനെസ് ആൻഡ് ഡിസല്യൂഷൻമെൻറ്റ് ഓഫ് പോസ്റ്റ് വോർ യൂറോപ്പ്, ആൻഡ് ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് ഡിറ്റാച്ച്ഡ് കമൻറ്ററി ഓൺ ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ലാറ്റർ ഡേ സിവിലൈസേഷൻ എന്നാണ് A.G. ജോർജ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ വെയർനെസ് ആൻഡ് ഡിസല്യൂഷൻമെൻറ്റ് ഓഫ് ദീസ് പോസ്റ്റ് വേൾഡ് വാർ യൂറോപ്പ് അത് നമുക്ക് ഈ പോത്തിലൂടെ പോകുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഉണ്ടായിരുന്ന ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലായ്മ, അവിടെ ഫുൾ സ്കെപ്റ്റിസിസവും ഡൗട്ടും ആയിരുന്നു. ലൈക്ക് ഒരു കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, ദൈവമാണ് ഈ ഭൂമി ഉണ്ടാക്കിയത്, അങ്ങനത്തെ പല കാര്യങ്ങളായിരുന്നു. പിന്നെ സയൻസ് വന്ന് കണ്ടുപിടിച്ചു ദൈവമല്ല, ഇതിങ്ങനെയൊക്കെയാണ്, അതാണെന്നുള്ള അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കൊടുത്തു. കുറച്ച് കഴിഞ്ഞിട്ട് ഇതേ സയൻസ് തന്നെ ഒരു ഡിസ്ട്രക്ഷനും കൊണ്ടുവന്നു. എന്തിലാണ് ഒരു വിശ്വാസം മനുഷ്യർക്ക് വെക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ, അവിടെ ഒരു ലാക്ക് ഓഫ് സ്പിരിച്വാലിറ്റി നമുക്ക് ഈ വേസ്റ്റ്ലാൻഡ് അല്ലെങ്കിൽ ആ ഒരു മോഡേൺ എറയിൽ കാണാൻ പറ്റുമായിരുന്നു. എല്ലാവരുടെയും മെറ്റീരിയലിസമായി മാറി. ആ ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു സംഭവത്തിലും ബിക്കോസ് ഓഫ് ദിസ് റാപ്പിഡ് ഗ്രോത്ത് ഓഫ് സയൻസ് ആൻഡ് മെറ്റീരിയലിസം, ഒരുപാട് മെഷീൻസ് കൊണ്ടുവരലും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒരുപാട് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക് ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ എല്ലാം ഒരു കൊമേഴ്ഷ്യൽ സ്റ്റേജിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു കൊമേഴ്ഷ്യൽ ഏജ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ മോഡേൺ പീരീഡിനെ പറയാം. പിന്നെ ഈ ഒരു ഏജിനെ ഏജ് ഓഫ് ആങ്സൈറ്റി എന്ന് വേണമെങ്കിലും പറയാം. ഈ മോഡേൺ മാൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫിൽഡ് വിത്ത് സ്പിരിറ്റ് ഓഫ് ഡൂം ആൻഡ് ഡിപ്രഷൻ. ദെൻ നമുക്ക് വേറൊരു കാര്യം ഈ മോഡേൺ എറയിൽ കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് കാൾ ജങ് ആൻഡ് സിഗ്മണ്ട് ഫ്രൂയിഡ്. അവരുടെ തിയറീസ്, അവർ കൊണ്ടുവന്ന തിയറീസൊക്കെ ഇറ്റ് ഓപ്പൺഡ് എ ന്യൂ റെലം ഫോർ ദി എക്സ്പ്ലോറേഷൻ ഓഫ് മോഡേൺ റൈറ്റേഴ്സ്. ആ ഒരു മിത്തിനോടുള്ള ഒരു എക്സ്പ്ലോറേഷൻസ്, മോഡേൺ എക്സ്പ്ലോറേഷൻ ഓഫ് മിത്ത് ഹാവ് കംപ്ലീറ്റ്ലി ആൽറ്റേർഡ് ദ കോൺസെപ്ഷൻ ഓഫ് ദെയർ ഒറിജിൻ, നേച്ചർ ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഈ വേസ്റ്റ്ലാൻഡായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാൾ ജങ്ങിൻ്റെ കോൺസെപ്ഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഹ്യൂമൻ സൈക്ക്, ഒരു ആർക്കിടൈപ്പൽ പാറ്റേൺ ഉണ്ടെന്ന് പറഞ്ഞു. അക്കോർഡിംഗ് ടു ജങ്, ആർക്കിടൈപ്പ് പാറ്റേൺസ് ഇൻഹാബിറ്റ് എ സൈക്കിക് ടെറിട്ടറി വിച്ച് ഹി കോൾഡ് ആസ് ദ കളക്റ്റീവ് അൺകോൺഷ്യസ്, an area beyond the personal unconscious, first defined scientifically by Freud. Then ഡാർവിൻ്റെ ഇൻഫ്ലുവൻസ്, ഒറിജിൻ ഓഫ് സ്പീഷീസ്, അതൊരു ന്യൂ എറയാണ് അത് പബ്ലിഷ് ചെയ്ത സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പോയിട്രി ആൻഡ് ഫിക്ഷൻ, എവറിത്തിങ് വാസ് എഫക്റ്റഡ് ബൈ ഇറ്റ്. ഒരു ന്യൂ സ്പിരിറ്റ് ഓഫ് സയൻറ്റിഫിക് ഒബ്സർവേഷൻ, ഫിലോസഫിക് അനാലിസിസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ആ സമയത്തിലുള്ള വർക്ക്സിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവമാണ്.
ലോസ് ഓഫ് ഫെയ്ത്ത് ഇൻ ക്രിസ്ത്യാനിറ്റി ആൻഡ് അതർ ഐഡൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ ഈ ഡാർവിൻ്റെ ഇൻഫ്ലുവൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. മെറ്റീരിയലിസം, വേൾഡ്ലി പ്ലെഷർ, അങ്ങനത്തെ കാര്യങ്ങൾ മാറുന്നതും ഇതെല്ലാം ഈ മോഡേൺ ഏജിൽ നമുക്ക് കാണപ്പെട്ടിട്ടുണ്ടായിരുന്ന സംഭവങ്ങളാണ്. അതിൻ്റെ ഇമ്പാക്ട്സ് ഉണ്ടായിരുന്ന ഒരു ഏജുമാണ് ഈ മോഡേൺ ഏജ്. ഇനി ആളുടെ ഹൈ കോൺസെപ്ഷൻ ഓഫ് പോയറ്റിക് ആർട്ട് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ലൂസ് എ ലോട്ട് ഓഫ് ടൈം. സോ നമുക്ക് ഡയറക്റ്റായിട്ട് വേസ്റ്റ്ലാൻഡിലോട്ട് പോകാം. ഓക്കെ, സോ ദ വേസ്റ്റ്ലാൻഡ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ് ഓഫ് ടി എസ് എലിയറ്റ്. അത് സിംബലൈസ് ചെയ്യുന്നത് ഒരു മോഡേൺ സിവിലൈസേഷൻ. ആ ഒരു മോഡേൺ സിവിലൈസേഷൻ അത് എങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നത്? ഇറ്റ് ഈസ് കമ്പയർഡ് ടു എ വേസ്റ്റ് ലാൻഡ്. ആൻഡ് ഇതിന് ടൈറ്റിൽ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനൊരു ഐഡിയ കിട്ടിയത് മിസ് വെസ്റ്റിൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ഫ്രം റിച്വൽ ടു റൊമാൻസ്. അതിൽ നിന്നാണ് ഈ വേസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന ടൈറ്റിൽ ആൾ എടുത്തിട്ടുള്ളത്. ആ ഒരു വർക്കിൽ ഒരു ഫിഷർ കിങ്ങിൻ്റെ മിത്ത് പറയുന്നുണ്ട്. വി വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. ഹൂസ് കിങ്ഡം ഹാഡ് ബീൻ ലെയ്ഡ് വേസ്റ്റ് ബൈ ഹിസ് ഓൺ സെക്ഷൽ സിൻസ് ആൻഡ് ദോസ് ഓഫ് ഹിസ് സോൾജേഴ്സ്. ഒരു സെക്ഷൽ ഇമ്പോർട്ടൻസി ഉള്ള ഒരു കിങ്ങിൻ്റെ ഒരു സ്റ്റോറി നമുക്ക് അവിടെ പറയുന്നുണ്ട്. അത് ആളെയും ആളുടെ ആ ഒരു ലാൻഡിനെയും വേസ്റ്റ് ആക്കിയ ഒരു പോലെ. ഇതിൽ നിന്നൊരു ഐഡിയ കിട്ടിയിട്ടാണ് ദ വേസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന പേരിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. For him, all Europe appeared to be a spiritual wasteland, laid waste by the sexual sins of the modern man. The title of the poem അപ്പോൾ നമുക്ക് കുറച്ച് സജസ്റ്റീവ് ആൻഡ് മീനിങ് ഫുൾ ആണെന്ന് അതുകൊണ്ട് പറയാം. ഇത് ആൾ ആദ്യം ഇടാൻ വെച്ചിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഫസ്റ്റ് അതിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ഹീ ഡു ദ പോലീസ് ഇൻ ഡിഫറെൻറ്റ് വോയിസസ് എന്നായിരുന്നു. അപ്പോൾ അത് അവിടെ ഷോ ചെയ്യുന്നത് ഒരു മൾട്ടിപ്ലിസിറ്റി ഓഫ് വോയിസ് ആണ്. ആൻഡ് ഈ ഹീ ഡു ദ പോലീസ് ഇൻ ഡിഫറെൻറ്റ് വോയിസസ് എന്ന് പറയുന്നത് ചാൾസ് ഡിക്കൻസിൻ്റെ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. ലൈക്ക് അതിനകത്ത് ആ നോവലിൽ ഒരു യങ് ബോയ് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്, ഒരു ന്യൂസ് പേപ്പർ കോളം, അല്ലെങ്കിൽ ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ആൾ വായിക്കുവാണ്. അപ്പോൾ ഈ ഇത് വായിക്കുന്ന സമയത്ത് ഈ ഡയലോഗ്, അല്ലെങ്കിൽ ആ ബോയ് എന്താ ചെയ്യണത്, ഡിഫറെൻറ്റ് വോയിസസിൽ, ഡിഫറെൻറ്റ് ആക്സെൻറ്റിലാണ് അത് വായിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് എലിയറ്റ് ഈ ഒരു ടൈറ്റിൽ എടുത്തുള്ള ഹീ ഡു ദ പോലീസ് ഇൻ ഡിഫറെൻറ്റ് വോയിസസ്. And it highlights the multiplicity of voices and multiplicity of meanings. അപ്പോൾ ആള് ഒരുപാട് ഐഡിയാസ്, ആ ഒരു സീനറിയിൽ വരുന്ന ചേഞ്ചസ്, ടൈമിൽ വരുന്ന ചേഞ്ചസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു മൾട്ടിസിപ്ലിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ എലിയറ്റ് ഉണ്ടായിരുന്ന ആ ഒരു വേൾഡ്, അല്ലെങ്കിൽ ആ ഒരു ഏജ്, ആ മോഡേൺ ഏജ് എന്ന് പറയുന്നത് ആ ഒരു ഞാൻ പറഞ്ഞു വേൾഡ് വാർ ഫസ്റ്റ് കഴിഞ്ഞുള്ള ഒരു ജനറേഷൻ ആയിരുന്നു എലിയറ്റിന് ഉണ്ടായിരുന്നത്. ആൻഡ് ദേ വർ ലിവിങ് ലൈഫ് ഓഫ് മാലിസ്, ഡിസൊല്യൂഷൻമെൻറ്റ്, ഡിസ്കണ്ടൻമെൻറ്റ് ഓഫ് പോസ്റ്റ് വാർ വെസ്റ്റേൺ സിവിലൈസേഷൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആളുടെ ഈ പോത്തിൽ കാണാൻ പറ്റും. ഒരു ഡെഫിനിഷൻ, എന്താണ് നമ്മളിവിടെ ചെയ്യുന്നത് എന്നറിയാത്തൊരു സിറ്റുവേഷൻ, ഒരു ഡെസ്പറേഷൻ, ഒരു പേർപ്പസ്ലെസ്നെസ്, അല്ലെങ്കിൽ ഒരു മീനിങ്ലെസ്നെസ്, ഇതൊക്കെയായിരുന്നു അവിടെ എല്ലാവർക്കും, ഹ്യൂമൻസിന് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ദർ വാസ് എ റൈസ് ഓഫ് യൂത്ത് കൾച്ചർ. അതായത് എല്ലാം സെൽഫ്, ലൈക്ക് ഈറ്റിംഗ്, ഡ്രിങ്കിങ് ആൻഡ് ബീങ് മെറി എന്ന് പറയുന്നൊരു സംഭവം മാത്രം ഉള്ള ഒരു കാലം. അങ്ങനെ പല പല സിറ്റുവേഷൻസിലൂടെ ആയിരുന്നു ഈ മോഡേൺ പീരീഡ് പോയിട്ടുണ്ടായിരുന്നത്. സോ എലിയറ്റ് ഇവിടെ എന്താണ് ചെയ്യുന്നത്, ആ ഒരു ലോസ് ഓഫ് ഐഡൻറ്റിറ്റി, ലോസ് ഓഫ് പേർപ്പസ്, ആ ഒരു റിലീജിയസ് വാല്യൂസ് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ദ റിലീജിയസ് പേർപ്പസസ്, ഇതെല്ലാമാണ് ഈ ഒരു പോത്തിലൂടെ കാണിക്കുന്നത്. ഈ ഒരു പോം എന്ന് പറയുന്നത് അന്നത്തെ ആ ഒരു സിറ്റുവേഷനെ കാണിച്ചിട്ടില്ലായിരുന്നു. ഇറ്റ് വാസ് ദ റൈറ്റ് പോം അറ്റ് ദ റൈറ്റ് ടൈം, ആൻഡ് ഇറ്റ് വാസ് റിമാർക്കബിൾ ദെൻ ആൻഡ് ഈവൻ നൗ. 28th സെഞ്ചുറിയിൽ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോമായിട്ടാണ് കാണിക്കുന്നത്. ഈ പോത്തിനെ കൺസിഡർ ചെയ്യുന്നത്, വിച്ച് സ്പീക്സ് അബൌട്ട് ദ ക്രൈസിസ് ഓഫ് ബിലീഫ്, ക്രൈസിസ് ഓഫ് കൾച്ചറൽ ഷോക്ക്, ലോസ് ഓഫ് റിലേഷൻഷിപ്പ്, ഒരു ഡെപ്ത്, ഇൻറ്റിമസി ഒക്കെ റിലേഷൻഷിപ്പിൽ ലോസ് ആവുന്നതിനെക്കുറിച്ച്, ഇങ്ങനെ എല്ലാ കാര്യത്തിനെക്കുറിച്ചും ആൾ ബ്രീഫ് എന്ന് പറയാൻ പറ്റാത്ത ഫ്രാഗ്മെൻറ്റഡ് സെക്ഷൻസിലാണ് ആൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പോം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തൊരു എപ്പിഗ്രാഫ് കാണാൻ പറ്റും. ഈ എപ്പിഗ്രാഫ് എടുത്തിട്ടുള്ളത് പെട്രോണിയസ് എന്ന് പറയുന്ന ഒരു ആളുടെ ഒരു സെറ്റയർ ഉണ്ടായിരുന്നു, സെറ്റാരിക്കൻ എന്ന് പറയുന്നൊരു വർക്ക്. അതിൽ നിന്നാണ് ഈ ഒരു എന്താ പറയുക എപ്പിഗ്രാഫ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സെറ്റയർ എന്താ നറേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് എ സ്റ്റോറി ഓഫ് ദ പേഴ്സൺ കോൾഡ് സിബിൾ ഓഫ് ക്യൂമേ. ഗ്രീക്ക് മിത്തോളജിയിൽ സിബിൾ എന്ന് പറയുന്നത് ഒരു പ്രൊഫറ്റിക് പവർ ഉള്ള ഒരു വിമൻ ആയിരുന്നു. ആൻഡ് ഷീ വാസ് ദ ബിലവഡ് ഓഫ് അപ്പോളോ. ആൻഡ് അവൾ ഒരു വരം ചോദിച്ചു, വിച്ച് ഇസ് ദ ഗിഫ്റ്റ് ഓഫ് ഇമ്മോർട്ടാലിറ്റി ടു അപ്പോളോ. ആൻഡ് ആളത് കൊടുക്കുകയും ചെയ്തു. ബട്ട് ഷീ ഫോർഗോട്ട് ടു ആസ്ക് ഫോർ ഇറ്റേണൽ യൂത്ത്. അവൾക്ക് ഇറ്റേണൽ ലൈഫ് ഉണ്ട്, പക്ഷേ ഇറ്റേണൽ യൂത്ത് ഇല്ല. സോ എന്തായി, ഷീ ഗ്രൂ ഓൾഡ് ആൻഡ് ഓൾഡ്, ആൻഡ് ഷീ വിതേർഡ് വിത്ത് ദ പാസിംഗ് ഓഫ് ടൈം, ആൻഡ് ഷീ ലോങ്ഡ് ഫോർ ഡെത്ത് ഇൻ ദി എൻഡ്. ഈ എപ്പിഗ്രാഫ് ഗ്രീക്ക് ലാംഗ്വേജിലാണ് ഉള്ളത്. അപ്പോൾ അതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, വൺസ് ഐ സോ വിത്ത് മൈ ഓൺ ഐസ് ദ സിബിൾ അറ്റ് ക്യൂമേ ഹാങ്ങിങ് ഇൻ എ കേജ്, ആൻഡ് വെൻ ദ ബോയ് സെഡ് ടു ഹർ, സിബിൾ വാട്ട് ഡു യു വാണ്ട്, ഷീ ആൻസേർഡ്, ഐ വാണ്ട് ടു ഡൈ. അപ്പോൾ ഈ ഒരു എപ്പിഗ്രാഫ് ഇവിടെ കൊടുക്കാൻ കാരണം,
ഈ ഒരു ഈ സംഭവം അല്ലെങ്കിൽ ഈ എപ്പിഗ്രാഫിലുള്ള കോണ്ടന്റ് അത് സജസ്റ്റ് ചെയ്യുന്ന എന്താണ്, ദ തീം ഓഫ് ദ പോം. ലൈക്ക് ലൈഫ് ഇൻ ദ മോഡേൺ വേസ്റ്റ് ലാൻഡ് ഇസ് എ ലിവിങ് ഡെത്ത് ഓർ എ ലൈഫ് ഇൻ ഡെത്ത്. അതായത് ജീവിച്ച് മരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ജീവക്ഷമം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു സംഭവമാണ് ഈ വേസ്റ്റ് ലാൻഡിൽ ജീവിക്കുന്ന ഒരു മോഡേൺ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് എങ്ങനെയാണുള്ളത്, സിബിലിൻ്റെ പോലത്തെ ഒരു ലൈഫാണുള്ളത്. വി ആർ ലോങ്ങിങ് ഫോർ ഡെത്ത്. ലൈക്ക് എല്ലാം നമുക്ക് ഒരു സ്പിരിറ്റും ഒന്നുമില്ല, നമ്മളെ പിടിച്ച് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു സ്പിരിച്വാലിറ്റി ഇല്ല നമ്മളെ മുന്നോട്ട് കൊണ്ടുവരാൻ. അങ്ങനെ ഒന്നുമില്ലാതെ ഒരു ബാരൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ വേസ്റ്റ് ലാൻഡ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എപ്പിഗ്രാഫ് ഇവിടെ ഉള്ളത്. ആൻഡ് ഓൾസോ അതിനകത്ത് പറയുന്നുണ്ട് ഫോർ എസ്ര പൗണ്ട് ദ ബെറ്റർ ക്രാഫ്റ്റ്സ്മെൻ എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ എലിയറ്റ് ഹാഡ് റിട്ടൺ ദിസ് എപ്പിക് അല്ലെങ്കിൽ പോം, എപ്പിക് പോം. അങ്ങനെ എപ്പിക് എന്ന് പറയാൻ കാരണം അത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ടാണ്. ഓക്കെ, അല്ലാണ്ട് എപ്പിക് എന്ന് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. എനിവേ, ഈ ഒരു പോം എഴുതിയതിന് ശേഷം വേസ്റ്റ്ലാൻഡ് എഴുതിയതിന് ശേഷം എലിയറ്റ് എസ്ര പൗണ്ടിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ടായിരുന്നു അതിനൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങേര് പറ്റാവുന്നിടത്ത് അത്രയും എഡിറ്റ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടേ കളഞ്ഞ് അതിനെ ഫുൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കോംപ്ലക്സ് ആക്കി മാറ്റി. അപ്പോൾ ദ ബെറ്റർ ക്രാഫ്റ്റ്സ്മെൻ എന്നാണ് എലിയറ്റ് ആരെ വിളിക്കുന്നത്, എസ്ര പൗണ്ടിനെ വിളിക്കുന്നത്. നൗ കംസ് ദ തീം ഓഫ് ദ പോം. ഈ തീം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഡിസൊല്യൂഷൻമെന്റ്, ആ ഒരു മോഡേൺ വേൾഡിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. വി ക്യാൻ സീ ദ ഫീവർ ആൻഡ് ഫ്രെറ്റ് ഓഫ് ദ കണ്ടംപററി സിവിലൈസേഷൻ എന്ന് പോവും. ഒരു മിയർ ഡയഗ്നോസിസ് ഓഫ് ദിസ് സ്പിരിച്വൽ ഡിസ്റ്റംപർ ഓഫ് ദ ഏജ് എന്ന് നമുക്കിതിനെ പറഞ്ഞ് ഒതുക്കാൻ പറ്റില്ല. കാരണം അതിനേക്കാൾ മേളിലാണ് ഈ സംഭവം ഉള്ളത്. ഇത് ലെമൻറ്റ് ചെയ്യുന്നത് എന്താണ്, മെന്നിൻ്റെ ആ ഒരു ഫോളൻ നേച്ചർ, അതിനെയാണ് ഇത് ലെമൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്ന എന്തൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടത് ഓർത്തിട്ടാണ് ഇത് ലെമൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന തീം ആ വിഷൻ ഓഫ് ഡിസൊല്യൂഷൻ ആൻഡ് സ്പിരിച്വൽ ഡ്രാഫ്റ്റ്. ഈ സ്പിരിച്വൽ ഡ്രാഫ്റ്റ് നമുക്ക് വരാൻ കാരണം എന്താണ്, ഒരു ഡീജനറേഷൻ, ഒരു വൾഗറൈസേഷൻ ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് സെക്സ് നമുക്ക് ഈ ഒരു ഏജിൽ കാണാൻ പറ്റുമായിരുന്നു. ആൻഡ് എലിയറ്റ് ഒരുപാട് ഫെർട്ടിലിറ്റി മിത്തൊക്കെ പഠിച്ചിട്ടാണ് ഇതിനകത്ത് റെഫറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ഫ്ലഷ് ഓവർ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഈ ഒരു ഏജിൽ കൂടുതലുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു, ഒരു സ്പിരിച്വൽ ഡീക്കേ ആൻഡ് ഡെത്ത് ആയിരുന്നു. പിന്നെ നമുക്ക് വേറൊരു തീം കാണുന്നത് സെക്ഷൽ പെർവേർഷൻ എമംഗ് ദ മിഡിൽ ക്ലാസ് പീപ്പിൾ. അത് നമുക്ക് കാണുന്നത് ഒരു മെക്കാനിക്കൽ റിലേഷൻഷിപ്പ് ഓഫ് പീപ്പിൾ, അത് നമുക്ക് ഈ ഒരു പോത്തിൽ നമുക്ക് കാണാൻ പറ്റും. According to Client Brooks, the theme of the wasteland is life and death. It suggests the living death of the inhabitants of the wasteland. അപ്പോൾ നമുക്കിത് ആൻസറിൽ എഴുതാൻ പറ്റുന്നൊരു പോയിൻ്റാണ്. ഓക്കെ, നൗ കംസ് ദ സ്ട്രക്ചർ ഓഫ് ദ പോം. ഈ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയാൻ മാത്രം ഒരു സ്ട്രക്ചറൊന്നുമില്ല. ഇറ്റ് ഇസ് സെറ്റ് ടു ബി സർക്കുലർ. ദ സ്റ്റോറി ഡസ് നോട്ട് മൂവ് ഫോർവേഡ് ടു എ ഡെഫിനറ്റ് ഗോൾ. അത് അങ്ങനെ എത്തുകയല്ല ചെയ്യണത്. ഒരുപാട് തീംസിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. അതെന്നെ ചില സമയത്ത് റിപ്പീറ്റ് ആയിട്ട് ഒരേ ഒരു കാര്യം പറയാൻ വേണ്ടി പല സംഭവങ്ങൾ എക്സ്ട്രാക്ട് ചെയ്ത് പറയുന്നതൊക്കെ നമുക്ക് ഈ ഒരു പോത്തിൽ കാണാൻ പറ്റും. ഹെലൻ ഗാർഡ്നർ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ വേസ്റ്റ്ലാൻഡിൽ വി ആർ നോട്ട് ഹവെവർ മൂവിങ് ഇൻ സർക്കിൾ ബട്ട് ഓൺ എ സ്പൈറൽ അപ്പ് ആൻഡ് ഡൗൺ. നമ്മളിങ്ങനെ ഓരോന്ന് കയറി ഇറങ്ങുക അങ്ങനെയാണ് പോകുന്നുണ്ടായിരുന്നത്. ദ വേ അപ്പ് ഇസ് ദ വേ ഡൗൺ. നമ്മളിപ്പോൾ പ്രൊസീഡ് ചെയ്യുന്നതോട് നമ്മൾ ഡീപ്പർ ആൻഡ് ഡീപ്പർ ആയിട്ട് ആ ഒരു മോഡേൺ മലൈസ് അതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്നതോറും നമ്മൾ എന്താണ്, വി ആർ കമ്മിങ് ബാക്ക് ടു ദ സെയിം പോയിന്റ് ബട്ട് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഓഫ് ദ പോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിൽഡ് ഓൺ സെയിം പോയിന്റ്, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ കോൺട്രാസ്റ്റ് ചെയ്യുന്നുണ്ട്. It is set against the memories of the myth related in from ritual to romance. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നാണ് ഫ്രം റിച്വൽ ടു റൊമാൻസ് എന്ന വർക്ക് എന്നാണ് നമുക്ക് വേസ്റ്റ്ലാൻഡ് എന്ന് പറഞ്ഞ ടൈറ്റിൽ എടുത്തത്. ദെൻ വേറൊരു വർക്കും കൂടി ഉണ്ട്, ദ ഗോൾഡൻ ബോ. ഇതിൽ നിന്നൊക്കെയാണ് ആൾ ഒരുപാട് റിസോഴ്സസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വേസ്റ്റ്ലാൻഡിലുള്ള ഒരു ഹോൾ എക്സ്പീരിയൻസിനെ നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ടാണ് ആ ഒരു സെറ്റാരിക് എന്ന് പറയുന്ന വർക്ക്, പെട്രോണിയസിൻ്റെ സെറ്റാരിക് എന്ന് പറയുന്ന വർക്കിൽ നിന്നുള്ള ആ ഒരു എപ്പിഗ്രാഫും കൊണ്ട് കാണിക്കുന്നത്. ആ ഒരു ക്യുമെയിൻ സിബിൽ, ദ മോസ്റ്റ് ഫേമസ് പ്രൊഫറ്റസ്, അവരുടെ വിഷ് എന്താണ്, ഐ വോണ്ട് ടു ഡൈ ജസ്റ്റ് ലൈക്ക് എവറി പീപ്പിൾ ഹു ഇൻഹാബിറ്റ്സ് ഇൻ ദ വേസ്റ്റ്ലാൻഡ്. പിന്നെ മിത്തിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്കുള്ള റെഫറൻസ് നേരത്തെ പറഞ്ഞ 2 ബുക്സ്, മെയിനായിട്ടുള്ള 2 ബുക്സുകളാണ്. ജെസ്സി വെസ്റ്റിൻ്റെ ഫ്രം റിച്വൽ ടു റൊമാൻസും ജെയിംസ് ഫ്രേസറിൻ്റെ ദ ഗോൾഡൻ ബോ. The poet himself has acknowledged that he was deeply influenced by these works or anthropology and the ancient and the primitive myths and legends which form the mythical background to the poem are derived from these books. Okay.
മിസ് വെസ്റ്റിൻ്റെ ബുക്കിൽ നിന്ന് ആൾ എടുത്തിട്ടുണ്ടായിരുന്ന ലെജൻഡ് ഓഫ് ദി ഗ്രെയിലും ഫിഷർ കിങ് അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. ഗോൾഡൻ ബോളിൽ നിന്ന് ആൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വെജിറ്റേഷൻ, ഫെർട്ടിലിറ്റി, മിറ്റ്സ്, റിച്വൽസ് അങ്ങനത്തെ കാര്യങ്ങൾ കണക്റ്റഡ് വിത്ത് ആർട്ടിസ്, എഡനീസ് ആൻഡ് ഒസിറിസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആളെന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഗുഡ് ഡീൽ ഓഫ് സംഭവങ്ങൾ, സിംബലിസംസ്, ഇൻസിഡൻറ്റൽ സിംബലിസംസ് ഓഫ് ദ പോം വർ സജസ്റ്റഡ് ബൈ മിസ് ജെസി എൽ വെസ്റ്റിൻസ് ബുക്ക് ഓൺ ദ ഗ്രെയിൽ ലെജൻഡ് ഫ്രം റിച്വൽ ടു റൊമാൻസ് എന്നാൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഗോൾഡൻ ബോവും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ടൈറ്റിലിന് മാത്രമല്ല എന്ന് ആൾ പറയുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ഈ ഒരു പോത്തിനെ ഒരു സോഷ്യൽ ക്രിറ്റിസിസം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. വി ക്യാൻ കൺസിഡർ ദിസ് പോം ആസ് എ ഫൈൻ ഡോക്യുമെന്റ് ഓഫ് സോഷ്യൽ ക്രിറ്റിസിസം. ഒരുപാട് സീരീസ് ഓഫ് ട്രെയിൻസ് ഓഫ് തോട്ട്സ് ഇൻ ദ മൈൻഡ് ഓഫ് സോഷ്യൽ ഒബ്സർവർ എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് വേണമെങ്കിൽ പോത്തിനെ കാണാം. കണ്ടംപററി മാനിൻ്റെ ആ ഒരു സ്പിരിച്വാലിറ്റി ഇല്ലാത്ത ആ ഒരു ബാരനെസ്, ആ സംഭവമൊക്കെ കാണിക്കുന്ന അത് ഒരു സോഷ്യൽ ക്രിറ്റിസിസം ആണല്ലോ. നമുക്ക് പോത്തിലോട്ട് പോവാം. നേരത്തെ പറഞ്ഞു 5 സെക്ഷൻസ് ആയിട്ടാണെന്ന്. അതിൽ ഫസ്റ്റ് സെക്ഷൻ ഇസ് ദി ബറിയൽ ഓഫ് ദി ഡെഡ്. അപ്പോൾ ടൈറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ ദ സെക്ഷൻ ഇൻഡിക്കേറ്റ്സ് അബൌട്ട് ഡെത്ത് ആൻഡ് ദ പോം ബിഗിൻസ് വിത്ത് ഏപ്രിൽ ഇസ് ദ ക്രൂവലസ്റ്റ് മന്ത്. ഇത് നമുക്ക് ചോസറിനുള്ളൊരു റെഫറൻസ് ആണ്. ചോസറിൻ്റെ കാൻറ്റർബറി ടെയിൽസിൻ്റെ പ്രൊലോഗിൽ ഫസ്റ്റ് തുടങ്ങുന്നത് ഏപ്രിൽ എന്ന് പറയുന്നത് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മന്ത് എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഒരു ഒപ്റ്റിമിസ്റ്റിക് മൂഡാണ് ആ ഒരു മന്ത് ഓഫ് ഏപ്രിലിനെ കുറിച്ച് പറയുന്നത്. അതിൻ്റെ റീജനറേറ്റീവ് പവർ, ഒരു ലൈഫ് ഗീവിങ് സീസണാണ്. ഇത് സീസൺ ഓഫ് സ്പ്രിങ്. അത് ഒരുപാട് ബഡ്സും ഫ്ലവേഴ്സും അങ്ങനെ ആ ഒരു സമയമാണ് ബെസ്റ്റ് ടൈം ഫോർ പിൽഗ്രിംസ് ടു വിസിറ്റ് ഇങ്ങനെ ഹോളി പ്ലേസസ്. അവർ എന്നിട്ട് ഈ കാൻറ്റർബറി ടെയിൽസിൽ എന്തായിരുന്നു, സെൻറ്റ് തോമസ് ബെക്കറ്റിൻ്റെ ഷ്രൈനിലോട്ട് അവർ പോകുന്നതും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഒരു റീജനറേറ്റീവ് സ്പിരിറ്റ് ഉള്ള ഒരു മന്താണ് ഏപ്രിൽ ഇൻ ചോസേഴ്സ്. പക്ഷേ ഇവിടെ എലിയറ്റിനോട്ട് വരുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റാണ്. അപ്പം ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ ഒരു ക്രൂവലസ്റ്റ് മന്ത് ആയിട്ട് അത്രയും ഒരു എന്താ പറയുക, നല്ല ഒരു സ്പ്രിങ് ആയിട്ടുള്ള അത്രയും ജോയ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവത്തിനെ കാണിക്കുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഡാർക്ക് പോം. ആൻഡ് ഈ ലൈൻസ് പറയുന്നത് ഒന്നില്ലെങ്കിൽ നമ്മുടെ സ്പീക്കർ അല്ലെങ്കിൽ ടൈറേസിയസ് ആണ്. ടൈറേസിയസ് നമ്മുടെ ഇപ്പം റെക്സിലൊക്കെ ഉള്ള ആൾ, ആ ഒരു പ്രൊഫറ്റിക് പവറൊക്കെ ഉള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫറ്റ്. അപ്പം ആളാണ് ഇത് പ്രൊട്ടഗനിസ്റ്റ് എന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് ആളാണ് ഇവിടെ ഇലിയറ്റിൻ്റെ സ്പോക്സ് മാൻ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ സ്പീക്കർ അല്ലെങ്കിൽ ടൈറേസിയസ് ഈ സ്പ്രിംഗ് സീസണെ റെഫർ ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഒരു എന്താ പറയുക, ലൈലക്സിനെ ഡെഡ് ലാൻഡിൽ ഉള്ള ഒരു ലൈലക്സിനെ ബ്രീഡ് ചെയ്യാൻ വന്നിട്ടുള്ള ഒരു ക്രൂവലസ്റ്റ് മന്ത് ആയിട്ടാണ് കാണിക്കുന്നത്. മിക്സിങ് മെമ്മറി ആൻഡ് ഡിസയർ, സ്റ്റിറിങ് ഡൾ റൂട്ട്സ് വിത്ത് സ്പ്രിംഗ് റെയിൻ. അപ്പോൾ ഇവിടുത്തെ ഈ ക്രൂവലസ്റ്റ് മന്ത് ആയിട്ടുള്ള ഏപ്രിൽ, ഇറ്റ് ബ്രീഡ്സ് ലൈലക് ഔട്ട് ഓഫ് ദ ഡെഡ് ലാൻഡ്. അത് ശരിക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ പിന്നെ ഇവിടെ ഏപ്രിൽ എന്താണ് ചെയ്യുന്നത്, ഇറ്റ് മിക്സസ് ദ മെമ്മറി ആൻഡ് ഡിസയർ, സ്റ്റിറിങ് ഡൾ റൂട്ട്സ് വിത്ത് സ്പ്രിംഗ് റെയിൻ. അവർക്ക് ഒരിക്കലും ഉണ്ടായിരുന്ന ആ ഒരു മെമ്മറി, ദ മെമ്മറി ഓഫ് വാട്ട് ഹാഡ് ബീൻ ആൻഡ് വാട്ട് ഹാവ് ബീൻ ഡെയർ, ആ ഒരു സ്പിരിച്വൽ ലൈഫ്, അതിനെ അവർ ഡിസയർ ഫോർ ദ സ്പിരിച്വൽ ലൈഫ്, ഇതെല്ലാം ഇറ്റ് ഗെറ്റ് മിക്സ്ഡ് അപ്പ് ആൻഡ് മേക്ക് ദം ലൈക്ക് ടു മച്ച് അൺഈസി. ആ ഒരു ബെറ്റർ ടൈമിലുണ്ടായിരുന്ന മെമ്മറീസ്, വേർ ദേ ഹാഡ് ഹോപ്പ്, അവർക്ക് ഒരു അവേക്കനിങ് എന്ന് പറയുന്ന സ്പിരിച്വൽ അവേക്കനിങ് അവർക്ക് ഉണ്ടായിരുന്ന ഒരു കാലം, അങ്ങനത്തെ കാര്യത്തിനെ കുറിച്ചുള്ള മെമ്മറീസൊക്കെ കൊണ്ടുവരികയാണ് ഈ സ്പ്രിംഗ് എന്ന് പറയുന്ന സീസൺ. ഈ വേസ്റ്റ്ലാൻഡിൽ സ്പ്രിംഗ് റെയിൻ വരുന്നുണ്ട്, വരായ്മയൊന്നുമില്ല. പക്ഷെ ആ ഒരു സ്പ്രിംഗ് റെയിന് ദർ ഇസ് നത്തിങ് റിയലി ഇൻ ഇറ്റ് ദാറ്റ് ക്യാൻ അവേക്ക് എനിത്തിങ് ഇൻ ദിസ് പീപ്പിൾ എനി മോർ. അവർക്ക് ഉണ്ടായിരുന്ന മെമ്മറീസ്, അവർ ലോങ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം എന്താണ് ഒരു പ്രോസ്പെക്റ്റ് ഇല്ലാത്തൊരു സംഭവമായിട്ട് മാറി. അവിടെ ഒരു റീബർത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ അവർക്ക് ഇനി ഇല്ല. ഈ റെയിൻ എവിടേക്കാണ് വീഴുന്നത്, ഡൾ റൂട്ട്സിലോട്ടാണ് വീഴുന്നത്, അല്ലെങ്കിൽ ഡെഡ് ലാൻഡിലോട്ടാണ് വീഴുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഇവിടെ ഇല്ല. സോ ഈ ഏപ്രിൽ എന്ന് പറയുന്നത് ഇസ് ദ ക്രൂവലസ്റ്റ് മന്ത്. കാരണം ഇറ്റ് ബ്രിങ്സ് റെയിൻ, ഇറ്റ് ബ്രിങ്സ് ദ വാംത്ത്, ഇറ്റ് ബ്രിങ്സ് ഓൾ ദ കണ്ടീഷൻ ഫോർ ഗ്രോത്ത്. പക്ഷെ അവിടെ അത് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവിടെ ആ ഒരു എന്താ പറയുക, അതിനുള്ളൊരു സിറ്റുവേഷൻ അല്ല, ഒരു റീബർത്ത് അല്ലെങ്കിൽ റിസറക്ഷൻ, അതിൻ്റെ ഒരു റിയൽ പ്രോസ്പെക്റ്റ് ഓഫ് റിസറക്ഷൻ റീബർത്ത് അവിടെ പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവത്തിനെ കൊണ്ടുവരുന്ന മന്ത് ഓഫ് ഏപ്രിൽ ഇസ് ദ ക്രൂവലസ്റ്റ് മന്ത്. ദെൻ പറയുന്നു ദ വിന്റർ കെപ്റ്റ് ഹിസ് വാം. വിന്റർ കെപ്റ്റ് ഹിസ് വാം കവറിംഗ് എർത്ത് ഇൻ ഫോർഗെറ്റ്ഫുൾ സ്നോ, ഫീഡിംഗ് എ ലിറ്റിൽ ലൈഫ് വിത്ത് ഡ്രൈ ട്യൂബേഴ്സ്. Summer surprise is coming over Starnbergers with a shower of rain. We stopped in the colonnade and went on in sunlight into the Hofgarten. ഇതിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ എനിക്കൊരു പിടുത്തമില്ല, ബട്ട് സ്റ്റിൽ യാ. അപ്പോൾ ആണെന്താ പറയണേ, വിന്റർ കെപ്റ്റ് അസ് വാം. വിന്റർ ആണ് ഇവിടെ അവരെ വാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇറ്റ് കവേർഡ് എവറിത്തിങ് വിത്ത് ഇറ്റ്സ് ഫോർഗെറ്റ്ഫുൾ സ്നോ.
അപ്പോൾ ഈ ഒരു സ്പ്രിങ് വന്ന സമയം അവർക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് ഇഷ്ടമായില്ല. കാരണം എന്താ, അതും പഴയ മെമ്മറീസും ഒക്കെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷേ വിൻ്റർ അങ്ങനെയായിരുന്നില്ല. അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു എല്ലാത്തിനെയും ആ ഒരു ഫോർഗെറ്റ്ഫുൾ സ്നോ വെച്ച് അത് മൂടിയിട്ടുണ്ടായിരുന്നു. വിൻ്ററാണ് അവരെ വാമാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് കംഫർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് വിൻ്റർ ആയിരുന്നു. ആ വിൻ്ററിനെ ഈ സ്പ്രിങ് ഇപ്പോൾ സ്ട്രിപ്പ് അവേ ചെയ്യുകയാണ്. ദ സ്പ്രിങ് സ്ട്രിപ്സ് അവേ ഓൾ ദാറ്റ് കംഫർട്ട് ദാറ്റ് ദ വിൻ്റർ ഹാഡ് ബ്രോട്ട് ഫോർ ദം. ആൻഡ് അതെന്താണ് ചെയ്തത്, ഈ ഒരു കംഫർട്ട് കളഞ്ഞിട്ട് അവർ ആ ഒരു റീബർത്തിനെ കുറിച്ചും എങ്ങനെയായിരുന്നു ഗ്രോത്ത് ഉണ്ടായിരുന്നത് എന്നുള്ള ഓർമ്മകളേക്ക് കൊണ്ടുവന്ന് തിരിച്ചു തരികയാണ് ചെയ്തത്. ഈ ഒരു വിൻ്റർ സീസണിൽ നമ്മുടെ മെമ്മറീസ്, നമ്മുടെ ഡിസയേഴ്സ് ഇതെല്ലാം നമ്പ് അല്ലെങ്കിൽ പാരലൈസ്ഡ് ആയിട്ട് ഇരിക്കുമായിരിക്കും. അത് വി ജസ്റ്റ് സിംപ്ലി എക്സിസ്റ്റ്, വി ഡോണ്ട് മൈൻഡ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഏപ്രിൽ വന്നപ്പോൾ ഈ ഒരു നമ്പിങ് ഉള്ള ഏജൻസിനെയൊക്കെ അത് സ്ട്രിപ്പ് അവേ ചെയ്തിട്ട് നമ്മൾ മറന്നുണ്ടായിരുന്ന കാര്യങ്ങൾ, ആ ഒരു ഫോർഗെറ്റ്ഫുൾനെസ് വെച്ചിട്ട് ഫോർഗെറ്റ്ഫുൾ സ്നോ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ മാറ്റി ആ ഒരു വേസ്റ്റ്ലാൻഡ് ഇപ്പം എങ്ങനെയാണ് എന്ന് എക്സ്പോസ് ചെയ്യാണ് ഈ ഒരു ഏപ്രിൽ വന്ന് ചെയ്യുന്നത്. ആൻഡ് ഈ വേസ്റ്റ്ലാൻഡ് ഇപ്പം എങ്ങനെയാണ്, ഒരു ഡെസലേറ്റ് ലാൻഡാണ് വിത്ത് നോ പ്രോസ്പെക്ട് ഓഫ് ഗ്രോത്ത്. പിന്നെ ഇതിൽ ഒരു സ്റ്റാൻബർഗസ്, അത് പ്രൊനൗൺസിയേഷൻ ആയിരുന്നു ആ സംഭവം, ഇറ്റ് ഈസ് എ ലേക്ക് നിയർ ജർമ്മനി. അപ്പം ഈ ഒരു സമ്മർ എന്തായിരുന്നു, സമ്മർ സർപ്രൈസ് ദം ബൈ റെയിൻ കമ്മിങ് ഓവർ ദ ലേക്ക്. അപ്പോൾ അവരെന്ത് ചെയ്തു, ദേ സ്റ്റോപ്ഡ് ഇൻ ദ കോളോണി ഫോർ എ മൊമെന്റ് ആൻഡ് സ്റ്റാർട്ടഡ് വാക്കിംഗ് അഗൈൻ ടു ഹോഫ് ഗാർഡൻ. അപ്പം ഇവിടെ ഈ സമ്മർ സർപ്രൈസ്ഡ് അസ് എന്ന് പറയുന്ന ഭാഗം തൊട്ട് ഒരു വോയിസ് ചേഞ്ച് നമുക്ക് കാണാം. ഒരു ഫീമെയിൽ വോയിസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ ഒരു ടൈറേസിയസ് അല്ലെങ്കിൽ ആ ഒരു സ്പീക്കർ എന്നൊരു സംഭവം അല്ലാതെ വേറൊരു വോയിസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു വോയിസ് എന്ന് പറയുന്നത് കുറച്ചൊരു നോബിൾ ആയിട്ടുള്ളൊരു വോയിസ്, ഒരു നൊബിലിറ്റിയുടെ വോയിസ് ആണ്. ആൻഡ് ഒരു പ്രിൻസസ് മേരി എന്ന് നമുക്ക് അവരെ പറയാം. ആൻഡ് ഇപ്പോൾ നമ്മൾ ഏപ്രിൽ എന്ന് പറയുന്ന ഒരു ക്രൂലസ്റ്റ് മന്താണ് എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് നമ്മളിപ്പോൾ സമ്മർ സർപ്രൈസ്ഡ് അസ് എന്ന് പറയുന്ന സംഭവത്തിലോട്ട് പോയി. ഒരു പാസ്റ്റ് ടെൻസ് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ആ പാസ്റ്റ് ടെൻസ് കൊണ്ട് കാണിക്കുന്നത് എന്താ, ഇത് പറയാൻ മെമ്മറി ഓഫ് പ്രീ വാർ ടൈം, ആ ഒരു ടൈം ഓഫ് ഇന്നസെൻസ്, അതൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ആലോചിക്കുന്ന കാര്യമാണ് വരുന്നത്. അപ്പോൾ ഒരു പാസ്റ്റ് ടെൻസിലോട്ടൊരു ചേഞ്ചും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒരു ഇന്നസെൻസ്, ലവ്ലിനെസ്, ഒരു ഓർഡർ, ഒരു സെൻസിബിലിറ്റി, ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു കാലത്തിനെ കുറിച്ച് പറയുക. ഇപ്പോൾ ഈ വാറിന് ശേഷമുള്ള ഒരു ഡിസ്റപ്ഷൻ അല്ലെങ്കിൽ ഒരു കെയോസ്, അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിനെ ആണ് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീമെയിൽ വോയിസ് ഇവിടെ പറയുന്നത് സമ്മർ സർപ്രൈസ് ചെയ്തു, ആ ഒരു റിവർ ഇൻ ജർമ്മനിയുടെ മേളിൽ അങ്ങോട്ട് വന്ന് നമ്മൾ സർപ്രൈസ് ചെയ്തു വിത്ത് എ ഷവർ ഓഫ് റെയിൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു സമ്മറിൽ വന്നിട്ടുണ്ടായിരുന്ന ഷവർ ഓഫ് റെയിൻ കാരണം അവർ അങ്ങനെ കുറച്ച് നേരം മാറി നിന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും സൺലൈറ്റിൽ ഈ ഹോഫ്റ്റ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു സ്ഥലം, ഒരു പാർക്കാണ് അവിടെ, അപ്പോൾ അങ്ങോട്ട് പോവാണ് ഉണ്ടായത്. ആൻഡ് ഈ സ്ത്രീയുടെ കൂടെ ഒരു കമ്പാനിയനും ഉണ്ട്. ഓക്കെ, ഷീ ഡ്രാങ്ക് കോഫി ആൻഡ് ടോക്ട് ഫോർ എൻ അവർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു യൂണിയൻ നമുക്കവിടെ കാണാൻ പറ്റും, ഒരു ഹ്യൂമൻ ആക്ഷൻ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. ഓക്കെ, ഒരു ഇൻറ്റിമേറ്റ് ഇൻറ്ററാക്ഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കൊരു ജർമ്മൻ ഇൻറ്ററപ്ഷൻ വരുന്നുണ്ട്. അത് അവിടെ ആ ഒരു ഇൻറ്ററപ്ഷൻ കാണിക്കുന്നത് എന്താണ്, മൾട്ടിസിബിലിറ്റി ഓഫ് വോയിസസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുന്ന ആളെന്താ പറയുന്നത്, ഐ എം നോട്ട് എ റഷ്യൻ, ഐ എം എ ലിത്വേനിയൻ, എ ട്രൂ ജർമ്മൻ എന്നൊക്കെയാണ് ആൾ പറയുന്നത്. അതിനുശേഷം പിന്നെ നമ്മുടെ ആ ഒരു ലേഡി വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്, ആ ഒരു ഫീമെയിൽ വോയിസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇത് പറയുന്നത് എന്താണ്, ആൻഡ് വെൻ വി വർ ചിൽഡ്രൻ സ്റ്റേയിങ് അറ്റ് ദ ആർക്ക് ഡ്യൂസ് മൈ കസിൻ ഹി ടുക്ക് മീ ഔട്ട് ഓൺ എ സ്ലെഡ് ആൻഡ് ഐ വാസ് ഫ്രൈറ്റൻഡ്. ഹി സെഡ് മേരി മേരി ഹോൾഡ് ഓൺ ടൈറ്റ് ആൻഡ് ഡൗൺ വി വെന്റ് in the mountain. There you feel free. I read much of the night and go south in the winter. So the woman who's talking here, she's recalling a moment of her childhood. അതിനകത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു നേച്ചർ അത് നമുക്കവിടെ കാണാം. ഒരു മൊമെന്റ് ഓഫ് ടെറർ ആൻഡ് അബൻമെന്റ് ടു ടെറർ, ഇങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അവർ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ കസിൻ്റെ പാലസിലായിരുന്നു. ആർക്ക് ഡ്യൂക്ക് ആയിരുന്നു ഈ കസിൻ. അതാണ് അവർക്കൊരു നൊബിലിറ്റി, ഒരു വോയിസിന് നൊബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറയാൻ കാരണം. അപ്പോൾ ഈ കസിൻ അവളെ ഒരു സ്ലെഡിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഷീ വാസ് ഫ്രൈറ്റൻഡ് ആൻഡ് ഹി ആസ്ക്ഡ് ഹെർ ടു ഹോൾഡ് ഓൺ ടൈറ്റ്. മുറുക്കെ പിടിച്ചിരിക്കാനാണ് ആ ആൾ പറയുന്നത്. അതാണ് മേരി എന്ന് പറഞ്ഞ് നമുക്ക് മേരി ഹോൾഡ് ഓൺ ടൈറ്റ് എന്ന് പറയുന്നത് ആൾ പറഞ്ഞു, അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ഫിയർ ഓഫ് ദി ഗ്രൗണ്ട് സിങ്കിങ് ബിനീത്ത്, അല്ലെങ്കിൽ ഫിയർ ഓഫ് ഇൻസെക്യൂരിറ്റി, ഫിയർ ഓഫ് ദി അൺനോൺ ഡേഞ്ചർ വിച്ച് ഓൾ മെയ്ഡ് ഹെർ ഹോൾഡ് ഓൺ ടൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണ്, വിച്ച് ക്യാൻ ബി കമ്പയർ ടു ദ ഫിയർ ഇൻ എ ഹാൻഡ് ഫുൾ ഓഫ് ഡസ്റ്റ്. അവരിങ്ങനെ താഴോട്ട് സ്ലൈഡിൽ പോയപ്പോൾ ഒരു മൗണ്ടൻസ് ഒക്കെ കാണുന്നുണ്ട്. അവിടെയാണ്, ആ ഒരു പ്ലേസിലാണ് ലൈക്ക് യു ഫീൽ ഫ്രീ എന്ന് പറയുന്നുണ്ട്. ഇൻ മൗണ്ടൻസ് ദെയർ യു ഫീൽ ഫ്രീ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ
അങ്ങനെ ആ ഒരു പാസ്റ്റിലെ ആ ഒരു ഇന്നസെൻസ്, ആ ചൈൽഡ്ഹുഡ് ഇന്നസെൻസ്, അല്ലെങ്കിൽ അന്ന് ഈ പ്രീ വേൾഡ് വാർ ആ ഒരു ടൈമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു കംഫർട്ട് ഇന്ന് ഇവിടെ ഇല്ല. ഇപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? ഐ റീഡ് മച്ച് ഓഫ് ദ നൈറ്റ്. പറ്റാവുന്ന കുറേ രാത്രി ഇരുന്ന് വായിക്കും. ആൻഡ് ഗോ സൗത്ത് ഇൻ ദ വിന്റർ. പണ്ട് ഒരു കമ്പാനിയൻഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാൾക്കാർ തമ്മിലുള്ള ആ ഒരു ഡീപ്പ് ബോണ്ടിങ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്, അവളുടെ കസിൻ, അങ്ങനെ ആ ഒരു മെമ്മറീസ്. പക്ഷെ ഇപ്പോഴോ ഷീസ് അലോൺ. ഈ ആഫ്റ്റർ ദിസ് വേൾഡ് വാർ അല്ലെങ്കിൽ പോസ്റ്റ് വേൾഡ് വാർ ഫസ്റ്റ് അവിടെ എന്താ ഉണ്ടായത്? ലോൺലിനെസ്, ഏലിയനേഷൻ. അപ്പോൾ ഷീ നൗ ലേറ്റ് അറ്റ് നൈറ്റ് വായിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഗോ സൗത്ത് അലോൺ, ഓക്കെ, ഇൻ ദ വിന്റർ. ഇനി ഇവിടുന്ന് ആ ഒരു സ്പീക്കറിൻ്റെ വോയിസിലോട്ട് നമ്മൾ തിരിച്ചു പോവാണ്. ആ ഒരു ബിഗിനിങ്ങിലുണ്ടായിരുന്ന വോയിസിലോട്ട് തിരിച്ചു പോവാണ്. അവിടെ പറയുന്നത്, ഇനി എന്താ പറയുന്ന, ഡിറ്റാച്ച്ഡ്, ആ ഒരു ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ വോയിസ് ആണിത്. ഓക്കെ, അപ്പോൾ ഇത് ലൈൻസ് എന്തായിരുന്നു? What are the roots that clutch? What branches grow out of this story rubbish? Son of man, you cannot say or guess, for you know only a heap of broken images, where the sun beats and the dead tree gives no shelter, the cricket no relief, and the dry stone no sound of water, only there is shadow under this red rock. ഞാൻ മുഴുവൻ കണ്ടിന്യൂ ചെയ്യാം. Come in under the shadow of this red rock, and I will show you something different from either your shadow at morning striding behind you or your shadow at evening rising to meet you. I will show you fear in a handful of dust. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫിയർ ഓഫ് ഹാൻഡ്ഫുൾ ഓഫ് ഡസ്റ്റ്. ലൈക്ക് ആ ഒരു പേടി, ആ താഴേക്ക് ഇറങ്ങാനുള്ള പേടി, അത് ഈ ഒരു ഡെത്ത്, ഹാൻഡ്ഫുൾ ഓഫ് ഡസ്റ്റിലോട്ട് തിരിച്ചു പോവുക, അത് റെഫറൻസ് നമുക്ക് പറയാം. അപ്പം അങ്ങനെ ഒരു കണക്ഷനാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. ഇവിടെ സൺ ഓഫ് മാൻ എന്ന് പറയുമ്പോൾ ഒക്കെ ഒരു ബിബ്ലിക്കൽ റെഫറൻസ് നമുക്ക് പറയാൻ പറ്റും. ജീസസിനെയാണ് നമ്മൾ സൺ ഓഫ് മാൻ എന്ന് പറയാറില്ല, അല്ലേ? ജീസസ് ഇസ് റെഫർ ടു ആസ് ദി സൺ ഓഫ് ഗോഡ്. അതേപോലെ സൺ ഓഫ് മാൻ എന്നും ജീസസിനെ പറയുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. അതിലേക്ക് വരാം. പക്ഷേ അതിന് മുന്നേ ആ ഒരു റൂട്ട്സ് എന്നൊക്കെ പറയുന്ന ഭാഗം, വാട്ട് ആർ ദ റൂട്ട്സ് ദാറ്റ് ക്ലച്ച്. ഓക്കെ, അപ്പോൾ ജീസസിനെ ഇസയ എന്ന് പറയുന്ന ആ ഒരു വർക്ക്, ബുക്കാണോ വർക്കാണോ എന്തായാലും, അതിൽ എന്താണ് ആ ഒരു പ്രൊഫസിയിൽ പറയുന്നത്, ഐ മീൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആസ് ദ റൂട്ട് ഔട്ട് ഓഫ് ഡ്രൈ ഗ്രൗണ്ട് എന്നാണ്. ജീസസിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് റൂട്ട് ഔട്ട് ഓഫ് ഡ്രൈ ഗ്രൗണ്ട്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു റെഫറൻസ് ആണ് നമുക്ക് വാട്ട് ആർ ദ റൂട്ട്സ് ദാറ്റ് ക്ലച്ച്. നമുക്കിവിടെ ക്ലച്ച് ചെയ്യാൻ ഒരു റൂട്ടും ഇല്ല. നമുക്ക് ഒരു ജീസസ് അല്ലെങ്കിൽ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു സേവിയർ, അങ്ങനെ നമുക്ക് പിടിച്ച് നിൽക്കാൻ ഉള്ള ഒരു റൂട്ടൊന്നും ഇവിടെ ഇല്ല. വാട്ട് ബ്രാഞ്ചസ് ഗ്രോ ഔട്ട് ഓഫ് ദി സ്റ്റോണി റബിഷ്. ഈ സ്റ്റോണി റബിഷ്, ഈ വേസ്റ്റ് ലാൻഡിൽ നിന്ന് എന്ത് ബ്രാഞ്ചസ് ആണ് വളരുക എന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു ഡെഡ് ലാൻഡിൽ എന്ത് റൂട്ടിലാണ് നമ്മൾ പിടിച്ചു നിൽക്കേണ്ടത്? എന്ത് ബ്രാഞ്ചസ് ആണ് ഈ ഒരു സ്റ്റോണി റബിഷിൽ നിന്ന് പുറത്തോട്ട് ഗ്രോ ചെയ്യുക എന്നാണ് പറയണത്. ഓക്കെ, ജീസസിനെ ഒരു ബ്രാഞ്ചായിട്ട് ന്യൂ ടെസ്റ്റ്മെന്റിൽ റെഫർ ചെയ്യുന്നുണ്ട്. ജീസസ് ഇസ് റെഫർ ടു ആസ് ദ ബ്രാഞ്ച് ഇൻ ന്യൂ ടെസ്റ്റ്മെന്റ്. അപ്പോൾ ഓൾഡും ന്യൂ ടെസ്റ്റ്മെന്റിലും ഉള്ള ജീസസിന്റെ റെഫറൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ഡ്രൈ ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു റൂട്ടായിട്ട്, ആസ് ദ റൂട്ട് ഔട്ട് ഓഫ് ഡ്രൈ ഗ്രൗണ്ട് എന്ന് പറയുന്നതും, പിന്നെ എന്താ പറയുക, ബ്രാഞ്ചായിട്ട് ജോൺ 15 അതിലാണ് ജീസസിനെ ബ്രാഞ്ചായിട്ടും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിബ്ലിക്കൽ അല്യൂഷൻ നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഓൾ ദിസ് ഷോസ് ദി ഐഡിയ ദാറ്റ് എ ഗ്രോത്ത് ത്രൂ എ സേവിയർ, അല്ലെങ്കിൽ ഒരു മെസ്സിയ ഫിഗറിൽ നിന്നുള്ള ഒരു ഗ്രോത്ത്, ആ ഒരു സംഭവം ഇവിടെ ഇല്ല, ഈ ഒരു ബാരൻ ലാൻഡിലില്ല. അപ്പോൾ ഈ ഒരു ക്രൈസ്റ്റ് ഫിഗറും കൊണ്ട് കാണിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂട്ട് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് നമുക്ക് ഹോൾഡ് ചെയ്യാൻ ഉള്ളത് കൊണ്ട് കാണിക്കുന്നത് എന്താണ്? സമ്മൺ ഹൂ ക്യാൻ അഷ്വർ അസ്, നമുക്ക് പേടിക്കാനൊന്നുമില്ല, ദർ ഇസ് നത്തിങ് ടു ഫിയർ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ടൈറ്റായിട്ട് പിടിക്കാൻ, സമ്മൺ ടു ഹോൾഡ് അസ് ടൈറ്റ്, അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല എന്നാണ് പറയണത്. ഓക്കെ, നമുക്കിവിടെ ക്ലച്ച് ചെയ്യാൻ ഒരു റൂട്ടില്ല, നമുക്ക് പിടിക്കാൻ ഒരു ആമില്ല, നമുക്കൊരു ബ്രാഞ്ച് ഇല്ല, നമ്മൾ ഈ ഒരു വേസ്റ്റ് ലാൻഡിൽ നിന്ന് അങ്ങനെ ഒരു ബ്രാഞ്ച് വരില്ല എന്നാണ് പറയണത്. ഓക്കെ, ദെൻ കംസ് ദി സൺ ഓഫ് മാൻ. അത് ക്രൈസ്റ്റിന് ന്യൂ ടെസ്റ്റ്മെന്റിൽ എന്താ പറയുക പറയുന്നതാണെന്ന് പറയുന്നു. ആൻഡ് ഓൾസോ ഇസീക്കലിൽ ഒരു ഫ്രേസ് പറയുന്നത്, ഗോഡ് കോൾസ് ഇസീക്കൽ ആസ് സൺ ഓഫ് മാൻ. ഓക്കെ, അപ്പോൾ ഇസീക്കൽ 36 and 37 അങ്ങനെ ഒരു റെഫറൻസ് വരുന്നുണ്ട്, ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഇസീക്കൽ. ഓക്കെ, ആൻഡ് Son of man, you cannot say or guess, for you know only a heap of broken images, where the sun beats and the dead tree gives no shelter, the cricket no relief. ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മെന്നിന് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് എ ഹാർട്ട് ഇൻ ഹിം അല്ലെങ്കിൽ ഹെർ, ഒരു സോൾ അവരുടെ ഉള്ളിലുണ്ട്. ദാറ്റ് ഷൈൻ ആസ് ദ സൺ ഇൻ ദ കൺട്രി ഓഫ് ഹിസ് ഫിസിക്കൽ ബോഡി ആൻഡ് ത്രോബ്സ് വിത്ത് ലൈഫ് ഇൻ ഹിസ് ഹാർട്ട് എന്ന് അവർക്ക് ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മെന്നിന് എന്താ പറയുക, ഗസ് ചെയ്യാനോ മനസ്സിലാക്കാനോ ഫീൽ ചെയ്യാനോ പറ്റില്ല എന്നാണ് പറയുന്നത്. അവർ മെറ്റീരിയലിസ്റ്റിക് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ ഒരു സോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അവരതൊന്നും റിയലൈസ് ചെയ്യുന്നില്ല, അങ്ങനെയും നമുക്കിതിനെ എടുക്കാം. കാരണം അവർക്ക് അറിയുന്ന കാര്യങ്ങൾ എന്താണ്? ഒരു ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ് മാത്രമാണെന്നാണ് പറയുന്നത്.
മേ ബി അവർ മെറ്റീരിയലിസ്റ്റിക് ആയതുകൊണ്ട് അവരുടെ ഉള്ളിൽ ആ ഒരു സ്പിരിച്വാലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒരു ബ്രോക്കൺ ഇമേജസ് ഓഫ് ഗോഡ് ആയിരിക്കും അവരുടെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പോൾ അതായിരിക്കാം അവിടെ ഒരു കണക്ഷൻ നമുക്ക് അങ്ങനെ കൊണ്ടുവരാം. അതല്ലെങ്കിൽ ഈ ഇസീക്കൽ 37 ഗോഡ് ഇസീക്കലിനെ കൊണ്ടുപോകുന്നുണ്ട്. ഗോഡ് ബ്രിങ് ഇസീക്കൽ ടു ദ വാലി ഓഫ് ഡ്രൈ ബോൺസ് ആൻഡ് വാലി ഓഫ് ഡെഡ്നെസ്, അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ ഇമേജ് ഓഫ് വൺ ആഫ്റ്റർ അനദർ ഇങ്ങനെ പൈൽ ചെയ്ത് മേളിൽ അങ്ങനെയുള്ള ഒരു ഡെഡ്ലി ഇമേജ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു റെഫറൻസ് ആവാം ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ദ വേസ്റ്റ് ലാൻഡ് ഇൻ വിച്ച് വി ലിവ് ദർ ഇസ് നോ സസ്റ്റെയിൻഡ് മീനിങ്. അതിനൊരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു മീനിങ് ഇല്ല, ലൈഫ്ലെസ് ആണ്, മീനിങ്ലെസ് ആണ്. ഓക്കെ, ആൻഡ് ദർ ഇസ് നോ വാട്ടർ. ഈ ഒരു ഡ്രൈ സ്റ്റോൺ, ഈ ഒരു വേൾഡിൽ ദർ ഇസ് നോ സൗണ്ട് ഓഫ് വാട്ടർ. നമുക്ക് ആ ഒരു റഷറിങ് ആയിട്ടുള്ളൊരു സൗണ്ട് നമുക്ക് ഈ ഡ്രൈ ആവുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? വാട്ടറാണ്. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ലാൻഡിൽ ഒരു വാട്ടറിൻ്റെ റഷറിങ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഈ വാട്ടർ ഹാവ് ദി എബിലിറ്റി ടു ബ്രിങ് ബാക്ക് ലൈഫ് ടു ദി ഡെഡ് ലാൻഡ്. അപ്പോൾ അങ്ങനെ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു ഡെഡ് ലാൻഡിൽ നമുക്ക് ഒരു ഹോപ്പില്ല, ഒരു ഹോപ്പ് ഫോർ കംഫർട്ട്, ഷെൽട്ടർ, ഹോപ്പ് ഫോർ ഗ്രോത്ത്, ഇതൊന്നും നമുക്കില്ല. ഒരു റിലീഫും ഇല്ലാത്തൊരു വേൾഡാണ് ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ബാരൻ ആയിട്ടുള്ള വേസ്റ്റ് ലാൻഡ്. ഓക്കെ, ആകെ നമുക്ക് അവിടെ ഷാഡോ കാണാൻ പറ്റുന്നത് റെഡ് റോക്കിൻ്റെ അണ്ടറിലാണ്. ഓൺലി ഷാഡോ ക്യാൻ ബി സീൻ അണ്ടർ ദ റെഡ് റോക്ക്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കംഫർട്ടും ഇല്ലാത്തൊരു സ്ഥലത്ത് ഈ സ്പീക്കർ പ്രസൻറ്റ് ചെയ്യുന്നത് എന്താണ്? വൺ റിയൽ കംഫർട്ടാണ് ആൾ പ്രസൻറ്റ് ചെയ്യുന്നത്, ഒരു ഷാഡോ അണ്ടർ ദിസ് റെഡ് റോക്ക് എന്നുകൊണ്ട് പറയുന്നത്. പിന്നെ ഈ നോ സൗണ്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് മോസസിനോടുള്ള ഒരു റെഫറൻസ് ആയിട്ട് നമുക്ക് പറയാം. ഈ മോസസ് ആളുടെ ആ ഒരു റോഡ് വെച്ചിട്ട് ഒരു റോക്കിൽ സ്ട്രക്ക് ചെയ്തിട്ടാണ് ഇസ്രയേൽസിനെ കൊണ്ടുപോകുന്ന സമയത്ത്, ഈജിപ്തിൽ നിന്ന് തിരിച്ച് ഒരു മിഷൻ കൂടെ ഇസ്രയേലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോസസിനെ പോലെ ഒരു പ്രോഫറ്റ് ഇവിടെ ഇല്ല ടു ബ്രിങ് അസ് വാട്ടർ ഫ്രം ദിസ് വേസ്റ്റ് ലാൻഡ്. ഈ വേസ്റ്റ് ലാൻഡ് പോലത്തെ സ്ഥലത്ത് നിന്ന് വെള്ളം കൊണ്ടുവരാൻ പറ്റുന്ന പോലത്തെ ഒരു പ്രോഫറ്റ് നമ്മുടെ കൂടെ ഇല്ല. ഒരു റിലീഫ് ഇല്ലാത്തൊരു വേൾഡാണ്. നമുക്കൊരു ഷെൽട്ടർ, നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ കൂടെ നിൽക്കാൻ ഒരു ആളില്ലാത്ത ഒരു സിറ്റുവേഷനാണ്. ദെൻ റെഡ് റോക്ക് എന്ന് പറയുമ്പോൾ ക്രൈസ്റ്റിനെ റെഫർ ചെയ്യുന്നത് റെഡ് റോക്ക് ആയിട്ടാണ്. ക്രൈസ്റ്റ് ഇസ് റെഫേർഡ് ആസ് റെഡ് റോക്ക്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? റിമെയിൻസ് ഓഫ് ദ ബ്രോക്കൺ ഇമേജ് ഓഫ് ദ തിങ്സ് ദാറ്റ് വൺസ് വി ഹാഡ്. അത് മാത്രമാണ് നമുക്ക് ഉള്ളൊരു സംഭവം. അപ്പോൾ ആ ഒരു ഷാഡോ, ആ റെഡ് റോക്കിൻ്റെ ഷാഡോയിലോട്ട് വരാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ക്രൈസ്റ്റ്, അതിനെയാണ് കമ്പയർ ചെയ്യുന്നത് ഈ റോക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഒരു സ്പിരിച്വാലിറ്റിയോട്ട് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ക്രൈസ്റ്റ് എന്ന് പറയുന്ന വിശ്വാസത്തിലോട്ട് വരുവാണെങ്കിൽ, ഈ റെഡ് റോക്കിൻ്റെ അണ്ടറിലോട്ട് വരുവാണെങ്കിൽ, ഐ വിൽ ഷോ യു സംതിങ് ഡിഫറെൻറ്റ് ഫ്രം ദ ഷാഡോ അറ്റ് യുവർ മോർണിംഗ് ഓഫ് യുവർ പാസ്റ്റ് ആൻഡ് ദ ഷാഡോ അറ്റ് ദ ഈവനിങ് റൈസിങ് ടു മീറ്റ് യു. അപ്പോൾ ആ നിങ്ങളുടെ പാസ്റ്റ്, നിങ്ങളുടെ ഫ്യൂച്ചർ, ഇത് രണ്ടുമല്ലാതെ ഇതിൻ്റെ ഇടയിലുള്ള പ്രസൻറ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇഫ് യു ആർ കമ്മിങ് അണ്ടർ ദ ഷാഡോ ഓഫ് ദിസ് റെഡ് റോക്ക്. എന്താണ് ഈ ഒരു പ്രസൻറ്റിൽ കൊണ്ട് പറയുന്നത്? ഐ വിൽ ഷോ യു ഫിയർ ഇൻ എ ഹാൻഡ് ഫുൾ ഓഫ് ഡസ്റ്റ്. അപ്പോൾ ഐ വിൽ ഷോ യു ഡെത്ത് എന്നാണ് പറയുന്നത്. ആ ഒരു ഡെത്തിൻ്റെ ഉള്ള ഫിയർ, അതാണ് ഞാൻ കാണിച്ചു തരാം. ഐ വിൽ ഷോ യു സംതിങ് വിച്ച് ഇസ് ഡിഫറെൻറ്റ് ഫ്രം യുവർ പാസ്റ്റ് ആൻഡ് ദ കമ്മിങ് ഫ്യൂച്ചർ. ആ ഒരു മെമ്മറി ആൻഡ് ഡിസയറിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡെത്ത്, ഐ വിൽ ഷോ യു ഡെത്ത് ദാറ്റ് ഇവോക്സ് ഫിയർ. അപ്പോൾ ഈ വേസ്റ്റ്ലാൻഡിലുള്ള പീപ്പിൾ അവർ രണ്ട് വേൾഡിലുണ്ടായിരുന്ന പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു പ്രസൻറ്റിനെ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം എന്നാണ് ഈ പറയപ്പെടുന്ന സ്പീക്കർ പറയുന്നത്. ഈ ഒരു മെമ്മറിയുടെയും ഡിസയറിൻ്റെയും ഇൻബിറ്റ്വീൻ ആയിട്ടുള്ളൊരു സംഭവമാണ് ഫിയർ. നമ്മുടെ എന്താ പറയുക, പാസ്റ്റും ഫ്യൂച്ചറിൻ്റെ ഇടയിലുള്ള പ്രസൻറ്റ് പോലെ ആ ഒരു ഫിയറിനെ ഞാൻ കൊണ്ടുവരാം എന്നാണ് ആൾ പറയുന്നത്. പാസ്റ്റിലൊന്നും നമുക്ക് ഒരു കംഫർട്ട് തരുന്നില്ല ഇപ്പോൾ ഈ ഒരു ലോകത്തിൽ. ഇപ്പോൾ ഫ്യൂച്ചറിലും നമുക്ക് ഒരു പ്രതീക്ഷയും ഒരു ഹോപ്പും ഇല്ല. അപ്പോൾ ആ ഒരു ഹാൻഡ് ഫുൾ ഓഫ് ഡസ്റ്റിനോടുള്ള ഫിയർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഡസ്റ്റ് മേ ബി അതിന് ആ റെഫറൻസിൽ നമുക്ക് വേണമെങ്കിൽ മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, മണ്ണിലോട്ട് തന്നെ തിരിച്ചു പോവും, ആ ഒരു സംഭവമൊക്കെ നമുക്ക് പറയാം. ഹാംലെറ്റിലും ഇങ്ങനെ ഒരു ഡസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. മാൻ ഇസ് ദ ക്വിൻറ്റസെൻസ് ഓഫ് ഡസ്റ്റ് എന്നൊക്കെ ഒരു റെഫറൻസ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ അത് നമുക്ക് ഹാംലെറ്റിലും കാണാം. അപ്പോൾ ആ ഒരു ഡസ്റ്റിൽ നിന്ന് വന്നു, മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് തന്നെ പോകുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഹാൻഡ് ഫുൾ ഓഫ് ഡസ്റ്റിൽ കാണിക്കാൻ പറ്റും. അത് ഷോ യു ഫിയർ ഇൻ എ ഹാൻഡ് ഫുൾ ഓഫ് ഡസ്റ്റ്. ഇനി നെക്സ്റ്റ് വരുന്ന കുറച്ച് ലൈൻസ് ഇൻ ഇറ്റാലിക്സ്, അത് എടുത്തിട്ടുള്ളത് വാഗ്നർ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഓപ്പറ, ട്രിസ്റ്റൻ ആൻഡ് ഇസൽഡെ എന്ന് പറയുന്ന ഒരു ആൾക്കാരെ കുറിച്ച് പറയുന്ന ഒരു ഓപ്പറയിൽ നിന്നാണ് ആ പാർട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് ഈ ട്രിസ്റ്റൻ ആൻഡ് ഇസൽഡയുടെ സ്റ്റോറി എന്ന് പറയുന്നത്, ട്രിസ്റ്റൻ എന്ന് പറയുന്ന ആൾ ഇസ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഇസൽഡെ ആ സ്ത്രീ ഉള്ളത് അക്രോസ് ദി ഐറിഷ് സീ ആണ്, അയർലൻഡിലാണുള്ളത്. അപ്പോൾ അത്രയും ഡിസ്റ്റൻസിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ട്രിസ്റ്റൻ ഇസ് നൗ ലാമെൻറ്റിംഗ് ദി ആബ്സെൻസ് ഓഫ് ഹിസ് ലവർ ആൻഡ് ഹീ ഈസ് വിഷിംഗ് ടു സീ ഹർ റിട്ടേൺ ഹോം. ഓക്കെ,
അപ്പം ആ ഒരു ഐറിഷ് സീഡ് അവിടെ നിന്നിട്ട് ആൾ അപ്പുറത്തോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സംഭവങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ലവർ അവിടെ ആ ഒരു അപ്പുറത്ത് ആ ഒരു സ്ഥലത്തല്ലേ ഉള്ളത്, ഒരു ഡിഫറെൻറ്റ് പ്ലേസിലാണുള്ളത്. ആ ഒരു കരയിൽ ആൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു സീ മുഴുവൻ കഴിഞ്ഞ് അപ്പുറത്തൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കൺട്രി ആ ഭാഗത്ത് അങ്ങനെ ഡിഫറെൻറ്റ് ഒരു ജോഗ്രഫിക്കൽ സിറ്റുവേഷനിലാണ് രണ്ടുപേരും ഉള്ളത്. അപ്പം ഹീ ഈസ് ഹോപ്പിംഗ് ദാറ്റ് ഷീ വിൽ കം ഹോം. അപ്പോൾ ഈ ഒരു പാർട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഫ്രഷ് ബ്ലോ ദ വിൻ ടു ദ ഹോം ലാൻഡ് മൈ ഐറിഷ് ഗേൾ വെർ ആർ യു, ഇതാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ ഒരു ക്വസ്റ്റ്യൻ ആണ് ഓഫ് വെയർ ഹിസ് ലവർ ഈസ്. ആളുടെ അതർ ഹാഫ് അല്ലെങ്കിൽ അത് ആളുടെ സ്വീറ്റ് ഹാർട്ട്, ആളെ കംപ്ലീറ്റ് ആക്കുന്ന ആ ഒരു സ്വീറ്റ് ഹാർട്ട് എവിടെ എന്നാണ് ചോദിക്കുന്നത്. ആൾ തിരിച്ചു വരുമോ അവൾ തിരിച്ചു വരുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് മോർണിംഗ് അല്ലെങ്കിൽ ഒരു ലാമൻറ്റ് അല്ലെങ്കിൽ ഡിസയർ ഫോർ സംതിങ് ദാറ്റ് മേ ഓർ മേ നോട്ട് റിട്ടേൺ ടു അസ്. അപ്പോൾ ഇതേപോലെ ഈ ബറിയൽ ഓഫ് ഡെത്ത് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്, ഒരു റിസറക്ഷൻ അല്ലെങ്കിൽ ഒരു സാൽവേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ. ഡെത്ത് നമുക്ക് ഒരു കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു സംഭവം, സ്പിരിച്വാലിറ്റി, റീജനറേഷൻ, ഈ വക സംഭവങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് തിരിച്ചു വരുമോ വരില്ലേ എന്നൊരു ഐഡിയയും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദ ഡിസയർ ഫോർ സംതിങ് ദാറ്റ് മേ ഓർ മേ നോട്ട് റിട്ടേൺ ടു അസ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് വേറൊരു പുതിയ വോയിസ് വരികയാണ്. ഒരു ഹയസിന്ത് ഗേൾ എന്ന് പറയുന്ന ഒരു ഗേൾ, അവരുടെ വോയിസാണ് വരുന്നത്. യു ഗേവ് മീ ഹയസിന്ത് ഫസ്റ്റ് എ ഇയർ എഗോ, ദേ കോൾ മീ ദ ഹയസിന്ത് ഗേൾ. Yet when we came back late from the hyacinth garden, your arms full and your hair wet, I could not speak and my eyes failed. I was neither living nor dead and I knew nothing. ഓക്കെ, ഒരു ഹയസിന്ത് എന്ന് പറയുന്ന ഗ്രീക്ക് മിത്തോളജിയിൽ അപ്പോളോയുടെ ലവറായിരുന്നു. ഓക്കെ, ദേ വർ പ്ലേയിങ്, ആക്സിഡൻ്റലി ഹയസിന്തിനെ കൊല്ലുന്ന സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെ എന്തോ ഒരു കണക്ഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിൽ നിന്നാണ് ഹയസിന്ത് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് പറയുന്നത്. ആൻഡ് ദാറ്റ് പ്ലാൻ ഷോസ് ബ്യൂട്ടി ഓഫ് ലവ് അല്ലെങ്കിൽ ഡെത്ത് ഓഫ് ലവ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ഹയസിന്ത് ഗേൾ, ഹയസിന്ത് എന്നാണ് വിളിക്കുന്നതെങ്കിലും അവരുടെ ലവ് എന്ന് പറയുന്നത് ആ ഗോഡ്ലി ആയിട്ടുള്ള ലവ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. എനിവേ, ഈ ഹയസിന്ത് ഗേൾ പറയുകയാണ്, നീ എനിക്ക് എന്താ പറയുക ഹയസിന്ത് തന്നു. ഹയസിന്ത് ഇസ് എ സിമ്പിൾ ഓഫ് യൂത്ത്. അപ്പോൾ ആദ്യം ഒരു വർഷം മുന്നേ എനിക്ക് നീ ഹയസിന്ത് തന്നായിരുന്നു. അത് എന്നെ എല്ലാവരും ഹയസിന്ത് ഗേൾ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇയർ അഗോ യു ഗേവ് മീ ഹാൻഡ് ഫുൾ ഓഫ് ഹയസിന്ത്, യു ലൈക്ക് ആ ഒരു ലവ്, വി മെയ്ഡ് ലവ് ആൻഡ് ഐ കുഡൻ സ്പീക്ക് എന്നാണ് പറയുന്നത്. അവൾക്ക് ഒരു സമയത്ത് ലവ് കിട്ടിയിട്ടുണ്ടായിരുന്നു, കെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷീ വാസ് അഡോൺ വിത്ത് പ്രൈസസ് ആൻഡ് ബ്യൂട്ടി. ബട്ട് വെൻ വി കെയിം ബാക്ക് ഫ്രം ദ ഗാർഡൻ, യുവർ ആർംസ് full of flowers, your hair is wet from the pond, I could not speak, my eyes failed. ഞാൻ ലിവിങ് ആയിരുന്നു, ഞാൻ ഡെഡ് ആയിരുന്നു എന്നൊന്നും പറയാൻ പറ്റുന്നില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ദർ വാസ് ഓൺലി സൈലൻസ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്യുവർ അല്ലാത്തൊരു ലവ്, ആ ഒരു എന്താ പറയുക ഗോഡ്ലി ആയിട്ടുള്ള അല്ലാത്ത ലവ് ആണ് അവർക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് അവിടെ നിന്ന് പിന്നെ നമ്മൾ വീണ്ടും വരുന്നത് ട്രിസ്റ്റൻ്റെ ഇസൽഡയുടെയും കാര്യത്തിൽ. ലുക്കിംഗ് ഇൻ ടു ദ ഹാർട്ട് ഓഫ് ലൈറ്റ്, ദ സൈലൻസ്, റെസലേറ്റ് ആൻഡ് വോയിഡ് ദ സീ. ഡെസലേറ്റ് ആൻഡ് എംറ്റി ആൻഡ് സീ എന്ന് പറയുമ്പോൾ അവിടെ കാണിക്കുന്നത്, ആ സീ കാണിക്കുന്നത് എന്തായിരുന്നു, ട്രിസ്റ്റൻ അവൻ്റെ ലവിനെ, ലോസ്റ്റ് ലവിനെ അങ്ങനെ നോക്കിയും കൊണ്ട് നിൽക്കുമായിരുന്നല്ലോ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഹീ ഈസ് ലുക്കിംഗ് അക്രോസ് ദ സീ ഫോർ ദ ഷിപ്പ്. ആ ഒരു ലവർ വരുന്ന ഒരു ഷിപ്പിനെ വെയിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അവിടെ എന്താണ്, ഇനിയിപ്പോൾ ഒരു ഷിപ്പ് വരുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു ഷിപ്പ് എന്താണ്, ഇറ്റ് ഈസ് ലൈക്ക് ഡെസലേറ്റ് ആൻഡ് എംറ്റി. അവൻ്റെ ബിലോഡ് വരുന്ന ഒരു ഷിപ്പും അവളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഷിപ്പും വരുന്നില്ല. ഓക്കെ, അറ്റ് ദി എഡ്ജ് ഓഫ് ദി ഹൊറൈസൺ അവനിങ്ങനെ നോക്കി നിൽക്കുകയാണ്, എവിടെയും ഒന്നും അവന് കാണാൻ പറ്റുന്നില്ല. വാട്ട് ഇഫ് ദ സീ ദാറ്റ് ഡിസ്ട്രസ് ലവേഴ്സ് ഇസ് ഡെസലേറ്റ് ആൻഡ് എംറ്റി. ആ ഒരു ഷിപ്പിനെ ക്യാരി ചെയ്യേണ്ട സീ അവിടെ ഡെസലേറ്റും എംറ്റിയാണ്, അതിനകത്ത് ഷിപ്പും ഇല്ല ആളും ഇല്ല. ആ ഒരു ഡിസ്റ്റൻസ്, അവരുടെ പ്രസൻറ്റും അവരുടെ പാസ്റ്റും ആൻഡ് അവരുടെ ഫ്യൂച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ഇസ് ഇൻഫിനിറ്റ് ആസ് ദി ഹൊറൈസൺ. ഓക്കെ, അതാണ് അവിടെ വരുന്നത്. ഇനി അടുത്തൊരാളെ നമുക്ക് വേസ്റ്റ്ലൻഡിൽ പരിചയപ്പെടുത്തുന്ന അടുത്തൊരു വോയിസ് വരുന്നത് മാഡം സൊസോസ്ട്രസിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കൺക്ലൂഷനും കൊടുക്കാതെ ഒരൊറ്റ ട്രാൻസിഷൻ ആയിരുന്നു അടുത്ത ആളിലോട്ട്. മാഡം സൊസോസ്ട്രസ് ഒരു ഫോർച്യൂൺ ടെല്ലറാണ്, ഒരു സിയർ. ഇപ്പോൾ നമ്മളുടെ ടെറേസിയസ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു സിയർ ആളെ പോലെ ഒരു ഫോർച്യൂൺ ടെല്ലറാണ്. പക്ഷേ ആളുടെ അത്രയും എന്താ പറയുക പവറുള്ള ഒരു ആളൊന്നുമല്ല. അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ സിബിലിനെ പോലെ, സിബിലും ഒരു പ്രൊഫറ്റസ് പോലത്തെ ഒരു ഇമേജ്
സ്പീഷീസ് ആയിരുന്നല്ലോ, ഐ മീൻ ഒരാളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പം പക്ഷെ അങ്ങനത്തെ ഒരാളല്ല നമ്മുടെ മാഡം സൊസോസ്ട്രസ് എന്നും പറയുന്നുണ്ട്. നമ്മുടെ സിബിൾ എങ്ങനെയായിരുന്നു? ഷീ വിസ്ഡ് ഫോർ ദ ഇറ്റേണൽ ലൈഫ് ബട്ട് ഷീ വാസ് ബൗണ്ട് ബൈ ഇറ്റേണൽ ഏജിങ്. അപ്പോൾ ആ ഒരു ഇമേജ് ഓഫ് സിയർ അല്ലെങ്കിൽ ഫോർച്യൂൺ ടെല്ലർ, ഇവിടെയുള്ള ആ ഒരു സിയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫോർച്യൂൺ ടെല്ലർ ആയിട്ടുള്ള മാഡം സൊസോസ്ട്രസ് ഇസ് ഫ്ലോഡ് അല്ലെങ്കിൽ ബ്രോക്കൺ, പെർഹാപ്സ് നോട്ട് സോ സൂപ്പർ നാച്ചുറൽ ആസ് ബി തോട്ട്. ഒരു സൂപ്പർ നാച്ചുറൽ ഫിഗർ, മേ ബി ഒരു സൂപ്പർ നാച്ചുറൽ ഫിഗർ എങ്കിലും നമുക്കിവിടെ ട്രസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷെ അതുമില്ല. ഇവിടെയുള്ള നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒരു പ്രൊഫറ്റ് അല്ലെങ്കിൽ സൺ ഓഫ് മാൻ, ഇപ്പോൾ മോസസിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ നമ്മളെ നയിക്കാനുള്ള ഒരു 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 ഫോർച്യൂൺ പറയാൻ പറ്റുന്ന, നമ്മളുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാളുണ്ടായിരുന്നെങ്കിൽ, ഒരു വെരി മൗത്ത് പീസ് ഓഫ് ഗോഡ് ആയിട്ടുള്ള ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷെ അങ്ങനെ ഒരാളുണ്ട് എന്ന് പറയുന്നു, പക്ഷേ ആള് ഇറ്റ്സ് നോട്ട് റിയൽ. ഓക്കെ. Madam Sosostris, famous clairvoyant, had a bad cold. Nevertheless, is known to be the wisest woman in Europe. With a wicked pack of cards here, said she, is your card the drawn Phoenician sailor? Those are pearls that were his eyes. Look. അപ്പോൾ അവിടെ നിൽക്കാം. ഇവിടെ പറയുന്നത് ഈ ഒരു മാഡം സൊസോസ്ട്രസ്, ഷീ കാൻ റിയലി ഫോർസീ ദ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഒരു ഫോർച്യൂൺ ടെല്ലർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റിയൽ സബ്സ്റ്റൻസ് കാണിക്കുന്ന ഒരു എന്താ പറയുക ആളല്ല. ഷീ കാൻ, അത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെ തന്നെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഷീ കാൻ ടേക്ക് കെയർ ഓഫ് ഹെർസെൽഫ്. ഷീ ഹാഡ് എ ബാഡ് കോൾഡ്. നെവർത്ത്ലെസ് ഷീ ഈസ് നോൺ ടു ബി ദ വൈസസ്റ്റ് വുമൺ ഇൻ യൂറോപ്പ്. ഓക്കെ. അപ്പോൾ അവർ ആ ഒരു സ്റ്റേറ്റ് അഫെയർസ്, യൂറോപ്പിലുള്ള സ്റ്റേറ്റ് അഫെയർസിനെ കുറിച്ചൊന്നും അവർ പറയുന്നില്ല, വൈസസ്റ്റ് വുമൺ ആണെങ്കിൽ കൂടി. അപ്പോൾ ഈ മോഡേൺ വേൾഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ മോഡേൺ വേൾഡ് ഇസ് ഫ്ലോഡ് ആൻഡ് ഇറ്റ് ഇസ് ബ്രോക്കൺ. നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വോയിസും കൂടെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ദ ട്രസ്റ്റഡ് വോയിസ് ഓഫ് ദി വൈസസ്റ്റ് വുമൺ ഹാവ് കോൾഡ്. അവർക്ക് വയ്യ, അവർക്ക് കോൾഡാണ്. ഷീ ഈസ് നോട്ട് ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് ഹെർസെൽഫ്. ഷീ ഈസ് നോട്ട് സൂപ്പർ നാച്ചുറൽ. അവരുടെ കയ്യിൽ ഒരുപാട് വിക്കറ്റ് പെയിൽ ഓഫ് കാർഡ്സ് ഉണ്ട്. വിത്ത് ഇറ്റ് അവരെന്താ പറയുന്നത്, അവരെത്തി വരുന്ന ആളുടെ സംബഡീസ് ഫ്യൂച്ചർ അവർ ഫോർസീ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വിക്കറ്റ് പെയർ ഓഫ് കാർഡ്സ് ആണ് അവരുടെ ഉള്ളത്. ആൻഡ് അതിലൊരു കാർഡ് എടുത്തിട്ട് അവർ പറയുകയാണ്, ഷീ സേസ് ദ കാർഡ് ഷീ ഹാസ് ഫോർ അസ്. അതിനകത്ത് നമുക്ക് വേണ്ടി ഒരു കാർഡ് എടുക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ്, ഇത് ആരുടെ ഇമേജാണ് അതിനകത്ത് ഉണ്ടാവുക? ഫിനീഷ്യൻ ആയിട്ടുള്ളൊരു സെയിലർ ആണ് ആ ഒരു ഇമേജിലുള്ളത്. അപ്പോൾ അതെന്താ, ആ ഒരു ഫിനീഷ്യൻ സെയിലറിൻ്റെ ആ ഒരു കാർഡ് സിംബലൈസ് ചെയ്യുന്നത് ഡെത്ത് ബൈ വാട്ടർ ആണ്. ഓക്കെ. അപ്പോൾ ഈ ഫിനീഷ്യൻ സെയിലറിൻ്റെ കഥ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലെജൻഡ് ഓഫ് എ സെയിലർ. ആള് ഡ്രോൺ ചെയ്യുകയാണ്, ഐ മീൻ ഹി ഡ്രോൺ ആൻഡ് ഇസ് ലോസ്റ്റ് ടു ദ ബോട്ടം ഓഫ് ദ ഓഷ്യൻ. അങ്ങനെ വെള്ളത്തിൻ്റെ ഉള്ളിലോട്ട് താഴേക്ക് ഡ്രോൺ ചെയ്ത ആൾ പോവുകയാണ്. ആൻഡ് ഹീ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു സംതിങ് മിസ്റ്റിക്കൽ ആൻഡ് സംതിങ് ബ്യൂട്ടിഫുൾ. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു ഫിനീഷ്യൻ സെയിലറിൻ്റെ ആ ഒരു കാർഡ് എടുത്തിട്ട് പറയുന്നത് എന്താ, ദോസ് ആർ പേൾസ് ദാറ്റ് വേർ ഹിസ് ഐസ്, ലുക്ക്. ഓക്കെ. അപ്പോൾ ആളുടെ കണ്ണ് എന്ന് പറയുന്നതിന് പകരം അവിടെ എന്താണുള്ളത്? പേൾസ് ആണത്. ഇറ്റ് ഈസ് അല്യൂഷൻ ടു വില്യം ഷേക്സ്പിയേഴ്സ് ടെംപെസ്റ്റ്. അവിടെ ഒരു സെയിലർ, ഈ ഒരു സെയിലറിൻ്റെ കഥ പറയുന്നത് എന്താണ്, ഒരു സെയിലർ നമ്മുടെ ടെംപെസ്റ്റിൽ ഇതേപോലെ ഫെർഡിനൻഡ് ഐ ഗെസ് ആള് വെള്ളത്തിൽ പോകുന്നതും പിന്നെ അവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വരുന്ന പ്രോസ്പെറോ രക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു റെഫറൻസ്. ഇൻ വിച്ച് എ സെയിലർ ഇസ് drowned, have to be drowned and later saved. Okay. It turns out he didn't. അതേപോലെ ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മുടെ ഫിനീഷ്യൻ സെയിലറിനും വന്നിട്ടുള്ളത്. ഓക്കെ. ആളുടെ കണ്ണ് പേൾ ആണെന്ന് പറയുന്നുണ്ട്. ഐസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് an indication that he has begun to transfer away from a deceased human drawn to the bottom of the sea to something a bit more angelic or supernatural. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ, ഒരു മിസ്റ്റിക്കലായിട്ട് മാറാൻ കാരണം എന്ന് നമ്മൾ ആ മാറി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആളുടെ കണ്ണി പേളായി എന്ന് പറയുന്നത്. ഐസ് ടേണിങ് ടു പേൾ, അതെന്തായിരുന്നു, ഒരു റിസറക്ഷൻ ആണ് അവിടെ കാണുന്നത്. മരിച്ച ഒരാളുടെ റിസറക്ഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ദാറ്റ് വി സോ ഏർലിയർ, നമുക്ക് പണ്ട് കണ്ടിട്ടുണ്ടായിരുന്ന അവിടെ ഒരു പണ്ടുണ്ടായിരുന്ന ഒരു സംഭവം, ഒരു ഫെയ്ത്ത് ആൻഡ് ബിലീഫൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന റിസറക്ഷൻ, ആ ഒരു സംഭവം ഐറണിക്കലി ദാറ്റ് ഡസൻറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദിസ് മോഡേൺ വേൾഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു റിയൽ പ്രോസ്പെക്ട് ഓഫ് ഓൾ ദീസ് റിസറക്ഷൻ ഇസ് നോട്ട് ദെയർ ഇൻ ഇലിയറ്റ്സ് വേസ്റ്റ്ലാൻഡ്. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, വാട്ട് വൺസ് ബ്രോട്ട് അസ് കംഫർട്ട് കനോട്ട് ഡൂ സോ again in this world, can no longer do that. Okay. അടുത്ത ഒരു കാർഡിൽ വരുന്ന ആളെന്ന് പറയുന്നത് once again is Belladonna, the lady of the rocks, the lady of situations. അപ്പോൾ ഈ ലേഡി എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ ലേഡി മേരീനെയൊക്കെയാണ് നമ്മൾ അങ്ങനെ റിലീജിയസ് ഫോർമുലേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന മേരിക്കായിരുന്നു. ഓക്കെ. എന്താ പറയുക, ആ ഒരു
സ്പിരിച്വലിസ്റ്റിക് അല്ല ഒരു സംഭവം. പക്ഷെ ഇവിടുത്തെ ലേഡി ഈസ് എന്ന് പറയുന്നത് എന്താ, ലേഡി ഓഫ് റോക്കാണ്, ലേഡി ഓഫ് സിറ്റുവേഷൻ ആണ്. ഒരു മോഡേൺ കൈൻഡ് ഓഫ് വുമൺ ആണ്, ഒരു ഓപ്പർച്യൂണിസ്റ്റ്. ഒരു ഷീസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഡേൺ വുമൺ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ബെല്ലഡോണ ഷീസ് ദ ലേഡി ഓഫ് വേസ്റ്റ്ലൻഡ്, ലേഡി ഓഫ് ദ റോക്ക് വിച്ച് ഷോസ് നോ റിയൽ സാൽവേഷൻ. ഓക്കെ, ഒരു സാൽവേഷൻ ഫിഗർ അല്ല ഇത്, മറ്റേ മേരീനെ പോലെ ഒരു സാൽവേഷൻ ഫിഗർ അല്ല ഇവരുണ്ടായിരുന്നത്. ഷീസ് ദ ലേഡി ഓഫ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ കാർഡ് നമുക്ക് വരുന്നത്. മൂന്നാമത്തെ കാർഡ് നമുക്ക് വരുന്നത് ഇസ് ദ മാൻ വിത്ത് 3 staves. അത് കാണിക്കുന്ന ഒന്നില്ലെങ്കിൽ ഫിഷർ കിങ്ങിനെ ആയിരിക്കും, അല്ലെങ്കിൽ ക്രൈസ്റ്റിനെ ആയിരിക്കും. പിന്നെ അവർ അടുത്തെടുക്കുന്ന കാർഡ് ഒരു വീലാണ്. അപ്പോൾ അത് വീല് കാണിക്കുന്നത് എന്തായിരുന്നു, വീൽ ഓഫ് ഫോർച്യൂൺ ആവും, അല്ലെങ്കിൽ ആ സീസണൽ ചേഞ്ച് കാണിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ സ്പ്രിങ്, സമ്മർ, ഫോൾ, വിൻ്റർ, അങ്ങനെ ആ ഒരു സീസൺ ഒരു എൻലെസ് സർക്കിൾ അല്ലേ, ഒരു സൈക്കിൾ അല്ലേ, എൻലെസ് സൈക്കിൾ, ഒരു സൈക്കിൾ ഓഫ് ഡേ ആൻഡ് നൈറ്റ്. അത് പിന്നെ നമ്മുടെ പ്ലാനറ്റ്സ് ഡേ ഓർബിറ്റ്സ് അറൗണ്ട് ദി സൺ, അതൊക്കെ സൈക്ലിക്കലാണ്. അതേപോലെ മന്ത്സ്, ഡേയ്സ്, ഇയേഴ്സ്, ഇതെല്ലാം സൈക്ലിക്കലാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ അതും ഒരു സൈക്ലിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ന് പറയാം. അപ്പോൾ വീൽ എന്ന് പറയുന്നത് ലൈക്ക് നമ്മുടെ ഫെയ്ത്ത്, ഇറ്റ് ഈസ് വീൽ ഇസ് എ പാർട്ട് ഓഫ് അവർ ഫെയ്ത്ത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇമേജറി നമുക്ക് അവിടെ ആ ഒരു കാർഡിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വൺ ഐഡ് മെർച്ചൻ്റ് കാർഡ് വരുന്നുണ്ട്. ഹിയർ ഇസ് ദ വൺ ഐഡ് മെർച്ചൻ്റ് ആൻഡ് അനദർ കാർഡ് പിന്നെ വരുന്നത് വിച്ച് ഇസ് ബ്ലാങ്ക്. ഓക്കെ, അപ്പോൾ ഈ വൺ ഐഡ് മെർച്ചൻ്റ് കാണിക്കുന്നത് ഹിസ് മെറ്റീരിയലിസ്റ്റിക് എന്നാണ്, മെറ്റീരിയലിസ്റ്റിക് മാത്രമാണ്, സ്പിരിച്വൽ അല്ല. അപ്പോൾ അതാണ് വൺ ഐഡ് മെർച്ചൻറ്റിലോട് കാണിക്കുന്നത്. പിന്നെ വേറെ ഒന്ന് വന്നിട്ടുള്ളത് ബ്ലാങ്ക് ആയിട്ടുള്ള കാർഡാണ്. നമുക്കറിയില്ല എന്താ വരാൻ പോകുന്നത്, അൺഎബിൾ ടു പ്രിഡിക്റ്റ് ആണ്. വി ഡോണ്ട് നോ വാട്ട് ഇസ് ഗോയിങ് ടു കം, വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. നമ്മുടെ എന്താ പറയുക, ബേർഡൻ നമുക്ക് ആ ഒരു ബേർഡൻ നമ്മുടെ മെയിലാണ്. ആ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സംഭവം എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു ബേർഡൻ നമ്മുടെ മെയിലാണുള്ളത്. ഓക്കെ, ഷീ കനോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ്. ഒരു സേവിയർ ഫിഗർ അവിടെ ഇല്ല. ഷീ കാൺ ഫൈൻഡ് എ സേവിയർ ഫിഗർ ഹു ഇസ് ദെയർ ഫോർ ഹെൽപ്പിംഗ് അസ്. അപ്പോൾ ഇവിടെ ഈ ഒരു കാർഡ്, ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു കാർഡ്, ഇസ് സംതിങ് ഹി ക്യാരീസ് ഓൺ ഹിസ് ബാക്ക് ആൻഡ് ഐ എം ഫോർബിഡൻ ടു സീ എന്നവർ പറയുന്നുണ്ട്. അവർക്ക് കാണാൻ പറ്റുന്നില്ല. ഐ ഡു നോട്ട് ഫൈൻഡ് ദ ഹാങ്ഡ് മാൻ ഫിയർ ഡെത്ത് ബൈ വാട്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരു ഹാങ്ഡ് മാനിനെ ഇവിടെ കാണാൻ പറ്റില്ല. ഹാങ്ഡ് മാൻ മേ ബി നമ്മൾ ക്രൈസ്റ്റ് നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത പോലെ നമുക്ക് ഇനി ഒരു സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി ഒരു സാക്രിഫൈഷ്യൽ ഫിഗർ, ഒരു ക്രൈസ്റ്റ് ഫിഗർ ഇവിടെ ഇല്ല എന്ന് പറയുന്നത്. ആൻഡ് അവർക്ക് കാണാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ബേർഡൻ എന്ന് നേരത്തെ പറയുന്നത് കോൺഷ്യസ്നെസ്, ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു കോൺഷ്യസ്നെസ് ബെയർ ചെയ്യാൻ ഉള്ള ആ ഒരു ബേർഡൻ, അതാണ് പറയണത്. വി ഹാവ് നോ അതർ വേ, വി ആർ സബ്ജക്റ്റഡ് ടു ബെയർ ഇറ്റ്. ഓക്കെ, ഒരു നോ റിയൽ സാൽവേഷൻ, ഒരു സൊല്യൂഷൻ ഇല്ല, ഒരു റിയൽ റെസൊല്യൂഷൻ ഇല്ല ഈ വക എല്ലാ കോൺഫ്ലിക്റ്റുകൾക്കും. വി ഹാവ് ടു ഫേസ് എവറിത്തിങ് ലൈക്ക് ദിസ്. വി ഹാവ് ടു ടേക്ക് ദ ബേർഡൻ ഓഫ് എവറിത്തിങ്. ആ ഒരു വൈസസ്റ്റ് വുമൺ ഇൻ യൂറോപ്പ് ഇസ് നോട്ട് ഏബിൾ ടു ടെൽ എ മീനിങ് ഓഫ് ദിസ് കാർഡ്. അവർക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളെ റിസറക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ് ഈ വേസ്റ്റ് ലാൻഡിൽ ചെയ്യുന്നത്, നമ്മൾ എന്തിനാണ് ഈ വീലിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു കാര്യവും പറയാൻ പറ്റുന്നില്ല. ആ കാർഡിലൊന്നും കാണുന്നുമില്ല. പിന്നെ ഈ ഹാങ്ഡ് മാൻ എന്ന് പറയുന്നത് ഒരു ഇമേജ് ഓഫ് സ്കേപ്പ് ഗോട്ട് ആയിട്ട് നമുക്ക് പറയാം, സ്കേപ്പ് ഗോട്ട് ഫിഗർ. അപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ക്രൈസ്റ്റ് സാക്രിഫൈസ് ഹിസ് ലൈഫ് ഫോർ അസ്. നമ്മൾ ആ ഒരു പാപം, മനുഷ്യരുടെ പാപമാണ് യേശു ഏറ്റെടുത്ത് എന്താ പറയുക, ആ ഒരു സാക്രിഫൈഷ്യൽ ഫിഗറായി മാറിയത് അവിടെ യേശുവാണ്, ഒരു സ്കേപ്പ് ഗോട്ട് ഫിഗർ. അപ്പോൾ മാഡം സെസോസ്റ്റസിന് അങ്ങനെ ഒരു ക്രൈസ്റ്റ് ഫിഗറിനെ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്ന, ഒരു മെസ്സിയ ഫിഗറിനെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവർക്ക് ആകെ ഇവിടെ കാണാൻ പറ്റുന്ന എന്താണ്, ഐ സീ ക്രൗഡ്സ് ഓഫ് പീപ്പിൾ വാക്കിംഗ് റൗണ്ട് ഇൻ എ റിംഗ്. Thank you. If you see dear Miss Equiton, tell her I bring the horoscope myself. One must be so careful these days. അപ്പോൾ ഇവിടെ പിന്നെ പറയുന്ന കാര്യം, അവർക്ക് ആകെ കാണാൻ പറ്റുന്നത് എന്താണ്, ഷീ ക്യാൻ സീ ക്രൗഡ്സ് ഓഫ് പീപ്പിൾ വാക്കിംഗ് അറൗണ്ട് ഇൻ എ റിംഗ്. അപ്പോൾ ഇവിടെ ഒരു അല്യൂഷൻ വരുന്നുണ്ട് ഡാൻറ്റയുടെ ഇൻഫെർനോ. അതിൽ ഡാൻറ്റെ ആ ഒരു ഹെല്ലിൻ്റെ പിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ആൾ താഴോട്ട് നോക്കുമ്പോൾ ഓൾ ഹി കുഡ് സീ ആർ ദ മെനി ലെയേഴ്സ് ഓഫ് ഹെൽ സ്പൈറലിംഗ് ഡൗൺവേർഡ്സ്. ഒരു ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ കറങ്ങി താഴേക്ക് പോകുന്ന ഒരു സംഭവമാണ് ആൾക്ക് കാണുന്നത്. ആൻഡ് ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദി എർത്ത്. അപ്പോൾ ഈ ഒരു വാക്കിങ്സ് ഇത് അങ്ങനെ ഒരു എർത്തിൻ്റെ എഡ്ജ് വരെ ഇങ്ങനെ അത് കറങ്ങി താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ഹെൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആ ഡാൻറ്റെ അവിടെ കാണുന്നുണ്ടായിരുന്നത്. അതേപോലെ ഇങ്ങനെ ആൾക്കാർ ആ ഒരു റിങ്ങിൽ ഇങ്ങനെ കടന്ന് ഒരു ക്രൗഡ് ഓഫ് പീപ്പിൾ വാക്കിംഗ് അറൗണ്ട് ഇൻ ദ റിംഗ്, അതാണ് അവർക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അല്ലാണ്ട് ഒരു ക്രൈസ്റ്റ് ഫിഗറിനെയോ ഒരു സേവിയർ ഫിഗറിനെയോ അല്ലെങ്കിൽ നമ്മുടെ ബേർഡൻ എടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ വരുന്ന ഒരു സ്കേപ്പ് ഗോട്ടിനെ ഒന്നും അവർക്ക് ഇവിടെ കാണുന്നില്ല, ഒരു ഹാങ്ഡ് മാനെ അവർക്ക് ഇവിടെ കാണുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് ഇമേജ്, ആ ഒരു റൗണ്ട് ഇൻ ദ റിംഗ് ആയിട്ട് ഇറങ്ങുന്നതാണ് ആ ഒരു മാഡം സെസോസ്റ്റസ് കൊടുക്കുന്ന ലാസ്റ്റ് ഇമേജ്. ഓക്കെ, അപ്പോൾ
അപ്പോൾ ഈ ഡാൻഡെ പറഞ്ഞ പോലെ തന്നെ ഈ വേസ്റ്റ്ലൻഡിലുള്ള പീപ്പിൾസും ഏകദേശം ഒരേപോലെ അല്ലേ. ദേ ആർ ഓൾസോ ലൈക്ക് സിംപ്ലി വാക്കിംഗ് അറൗണ്ട് ഇൻ എ റിംഗ് അല്ലേ. അവരെന്തൊക്കെയോ ചെയ്യുന്നു. നമ്മളും അതേപോലെ ഒരു ക്രൗഡ് ഓഫ് പീപ്പിൾ അല്ലേ, സ്പൈറലിംഗ് എവർ ഡൗൺവേർഡ്സ് മച്ച് ലൈക്ക് സിബിൽ ഹൂസ് ഏജിങ് ആൻഡ് ഏജിങ്. സിബിൽ ഇങ്ങനെ ഏജ് ചെയ്ത് അവസാനം അവരിങ്ങനെ സ്ട്രിങ് ആയിട്ടിരിക്കുന്ന പോലെ സ്ട്രിങ്ഡ് അല്ലേ ഈ വേസ്റ്റ്ലൻഡിലുള്ള പീപ്പിളും. പിന്നെ ഈ ഒരു സംഭവം ഒരു എൻഡ് ഇല്ലാത്ത പോലെ അതിങ്ങനെ പൊക്കോണ്ടിരിക്കില്ല. ദർ ഇസ് നോ റിയൽ പേർപ്പസ് ഫോർ എനിത്തിങ്. ഒന്നിൻ്റെയും പുറകിൽ ഒരു മീനിങ് ഇല്ലാത്ത, ഒരു മീനിങ്ലെസ്നെസ്, ഒരു പേർപ്പസ്ലെസ്നെസ്, ഇതൊക്കെയല്ലേ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഡാൻഡയുടെ ആ ഒരു റിങ്ങും ഇങ്ങനെ ഒരു കമ്പാരിസൺ ഒക്കെ നമുക്കിവിടെ വരുന്നത്. ഓക്കെ. ആൻഡ് പിന്നെ പറയുന്നത് മിസ്സസ് എക്വിറ്റൺ, അവരെ കാണുവാണെങ്കിൽ പറയണം ഞാൻ തന്നെ ഹൊറോസ്കോപ്പ് കൊണ്ടുവന്നോളാം, ഈ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, നമ്മൾ തന്നെ കെയർഫുൾ ആയിരിക്കണ്ടേ എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു ലാക്ക് ഓഫ് ട്രസ്റ്റ് ഓഫ് ദിസ് മോഡേൺ ഏജ് അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സ്കെപ്റ്റിസിസം അതാണ് ഇവിടെ കാണുന്നത്. വി കനോട്ട് ട്രസ്റ്റ് എവറിത്തിങ് ഷുവർലി. നമ്മൾ ഒന്നിനെയും എന്താ പറയുക കണ്ണടച്ച് വിശ്വസിക്കരുത്. നെക്സ്റ്റ് ലൈൻസ് ആർ സംതിങ് ഫേമസ്. Unreal city, under the brown fog of a winter dawn, a crowd flowed over London Bridge so many, I had not thought death had undone so many. Sighs, short and infrequent, were exhaled, and each man fixed his eye before his feet. Flowed up the hill and down King William Street to where St. Mary Woolnoth kept the hours. With a dead sound on the final stroke of 9, there I saw one I knew and stopped him crying, Stetson, you were with me in the ship at Miley. That copse you planted last year in your garden, has it begun to sprout? Will it bloom this year? Or has the sudden frost disturbed its bed? Oh, keep the dog far hence, that's friend to men, or with his nails he'll dig it up again. അപ്പോൾ ഈ ഒരു ലോങ് പാർട്ട്, ദ അൺറിയൽ സിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ റെഫറൻസ് ടു ചാൾസ് ബൗഡിലെയർ, ഒരു ഫ്രഞ്ച് പോയിറ്റാണ്, 19th century ഫ്രഞ്ച് പോയിറ്റാണ്. ഹീസ് ഫേമസ് ഫോർ ഹിസ് കളക്ഷൻ ഓഫ് പോയിട്രി കോൾഡ് ദ ഫ്ലവേഴ്സ് ഓഫ് ഈവൽ. അപ്പോൾ ആ ഒരു കളക്ഷനിൽ ആൾ പാരീസിനെ അതിലൊരു വർക്കിൽ ആൾ പാരീസിനെ ആൾ പറയുന്നത് അൺറിയൽ സിറ്റി ആയിട്ടാണ്. ദ സിറ്റി വിച്ച് ഇസ് നോട്ട് റിയൽ, ഒരു സർറിയൽ ആയിട്ടുള്ളൊരു സിറ്റി എന്നൊരു കോൺസെപ്റ്റിലാണ് ആൾ പാരീസിനെ ദി അൺറിയൽ സിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു അൺറിയൽ സിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിറ്റി ഫുൾ ഓഫ് ഡ്രീംസ്, വേർ എന്താ പറയുക ലൈക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഡ്രീംസ് ഉള്ള ഒരു സിറ്റി. പക്ഷേ എലിയറ്റ് ഇവിടെ അതിന് ലണ്ടനെയാണ് അങ്ങനെ വിളിക്കുന്നത്. ഇറ്റ്സ് ലണ്ടൻ ഹിയർ. അപ്പോൾ ഈ ഒരു അൺറിയൽ സിറ്റി എന്താ ഇവിടെ ചെയ്യുന്നത്? അപ്പോൾ ഈ മോഡേൺ വേൾഡ് ഇറ്റ് ഇസ് ഫിൽഡ് വിത്ത് ഗോസ്റ്റ് ഓഫ് വാട്ട് വി വൺസ് വർ. നമ്മൾ എന്തായിരുന്നു പണ്ട് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ദ സിറ്റി ഈസ് ട്രാപ്ഡ് അണ്ടർ ദ ബ്രൗൺ ഫോഗ് ദാറ്റ് ഐസൊലേറ്റ്സ് അസ്, that blinds us, that confuses us. ഒരുപാട് ക്രൗഡ് അവിടെ ഉണ്ട്. A crowd flowed over London Bridge so many, I had not thought death had undone so many. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരുപാട് ആൾക്കാർ ഈ ക്രൗഡ് അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ദ ഗ്രേറ്റ് ക്രൗഡ് ഓവർ ദ വേസ്റ്റ്ലാൻഡ് ദാറ്റ് പ്രൊഹിബിറ്റ് അസ് ഫ്രം സീയിങ്. അപ്പോൾ നേരത്തെ നമ്മൾ ഹൈസിന്ത് ഗേളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയത്ത് ആൾക്ക് സംസാരിക്കാൻ പറ്റില്ല, ഐ കുഡ് നോട്ട് സ്പീക്ക് എന്ന് പറഞ്ഞ പോലെ ഈ ഫോഗ് ഹാസ് നൗ മെയ്ഡ് അസ് ടു എന്താ പറയുക ബ്ലോക്ക് ദ വേ ടു സീ എഹെഡ് ഓഫ് എസ്. ഓക്കെ, എല്ലാം എവറിത്തിങ് ഇസ് റാപ്ഡ് ഇൻ എ ഷാഡോ. ആ ക്രൗഡ് വീണ്ടും ക്രൗഡ് എന്ന് ആൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്രൗഡ് എന്താ പറയുക ആ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഒരുപാട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്ന ആ ഒരു ക്രൗഡ് ഇറ്റ് മെയ്ഡ് എസ് ബ്ലൈൻഡ്, കൈൻഡ് ഓഫ് ബ്ലൈൻഡ്. അവർ നടക്കുമ്പോഴൊക്കെ എന്തായിരുന്നു, അവർ മരിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ദേ ലുക്ക് ലൈക്ക് ദേ ആർ ഡെഡ്, ദേ ആർ അലൈവ്. അവർ സൈ ചെയ്യുന്നുണ്ട്. they look infrequent and they look short. Nobody looks at each other. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല. അവിടെ ഒരു ക്രൗഡ് ഉണ്ടെങ്കിലും നമ്മൾ പറയില്ലേ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുണ്ടെങ്കിലും നമ്മൾ ഒറ്റപ്പെടുന്നു എന്നൊക്കെയുള്ള സംഭവം, അതേപോലെ അത്രയും ക്രൗഡ് ഉണ്ടെങ്കിലും ദേ ആർ ഏലിയനേറ്റഡ്. അവർ ആ ഒരു സംഭവത്തിലൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു. ഈച്ച് മെൻ ഫിക്സ്ഡ് ഹിസ് ഐസ് ബിഫോർ ഹിസ് ഫീറ്റ്. ആരെയും നോക്കാതെ താഴേക്ക് നോക്കി അവരുടെ ഫീറ്റിലോട്ട് തന്നെ നോക്കി അവർ നടക്കുകയാണ്. അപ്പോൾ ഡാൻഡെ ആ ഒരു ഹെല്ലിൽ നിന്ന് ഇങ്ങനെ ആ വൈൻഡിങ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഇങ്ങനെ നോക്കുമ്പോൾ, ആ ഒരു ഇൻഫെർണോയിൽ നോക്കുമ്പോൾ ആൾക്ക് എന്താ കാണുന്നത്, ഒരുപാട് പീപ്പിൾ ആ ഒരു ഹെല്ലിനെ പോപ്പുലേറ്റ് ചെയ്ത പോലെയാണ് ആൾക്ക് കാണുന്നത്. ഒരുപാട് പേരുണ്ടായിരുന്നു എന്ന്. അതേപോലെ തന്നെയാണ് ഇവിടെ എലിയറ്റും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ ലാൻഡും എങ്ങനെയാണ്, ഒരുപാട് പീപ്പിൾ ഉണ്ട്, ഒരുപാട് പീപ്പിൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഹൗ മെനി പീപ്പിൾ ഹാവ് അണ്ടൺ ബൈ ദിസ് ലിവിങ് ഡെത്ത് ദാറ്റ് മോഡേൺ വേൾഡ് പ്രൊവൈഡ്സ്. അവർ ഫുള്ളായിട്ട് അവർ മരിച്ചിട്ടൊന്നും, ദേ ആർ നോട്ട് ഫിസിക്കലി ഡെഡ്. They are moving across this London Bridge, cycling through their hours and their days pointlessly, purposelessly. അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഡാൻഡയുടെ ആ ഒരു ഹെല്ലിൽ അവരിങ്ങനെ സൈക്കിൾ ചെയ്ത് അങ്ങനെ നടന്ന് അങ്ങനെ പോകുന്നത് പോലെ ഇവിടെ ഇവർ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവർ ഡെയിലി ഒരു റുട്ടീൻ അതങ്ങനെ ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ദേ ആർ നോട്ട് ഡെഡ്. അവർ ഡെഡ് അല്ല, ദേ ആർ ലിവിങ് ഡെഡ്.
മരിച്ച് ജീവിക്കുന്ന പോലെ ഓഫ് ദിസ് ഏജ്. ദേ ആർ ദ ലിവിങ് ഡെഡ് ഓഫ് ദിസ് ഏജ്. ഒരു അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വിത്തൗട്ട് പേർപ്പസ് ആയിട്ടുള്ള, വിത്തൗട്ട് മീനിങ് ആയിട്ടുള്ള ഒരു വേഴ്സ് സ്റ്റേറ്റ് ഓഫ് ലൈഫിലാണ് അവരുള്ളത്. So for Eliot, London is now a kind of hell with a crowd of people flowing over it. Each man fixed his eyes before his feet. They are simply following, അല്ലെങ്കിൽ അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, പൊക്കോണ്ടേയിരിക്കുന്നു, പോയിന്റ്ലെസ്ലി മൂവിങ്, ഫ്ലോവിങ് ഓവർ ദി ലണ്ടൻ ബ്രിഡ്ജ്. Nobody have a connection, nobody cares for any other. അവർ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കൂടെ ദേ ആർ ലോൺലി. അവരൊരു ക്രൗഡായിട്ടാണ് പോകുന്നതെങ്കിലും ദേ ആർ ലോൺലി. ദേ ഐസൊലേറ്റ് ദെംസെൽഫ് ഫ്രം വൺ അനദർ ആൻഡ് ദേ ഡിറ്റാച്ച് ഫ്രം ഈച്ച് അതർ. ഒരു ഇൻറ്റിമസി ഇല്ല, മീനിങ് ഇൻറ്റിമസി ഒന്നും വേസ്റ്റ് ലാൻഡിലെ പീപ്പിൾസിന് ഇല്ല. പീപ്പിളിന് ഇല്ല എന്നാണ് പറയുന്നത്, സോറി പീപ്പിൾസ് അല്ല, പീപ്പിൾ. ആൻഡ് പീപ്പിൾ പോകുന്നത് വില്യം സ്ട്രീറ്റിൽ നിന്ന് സെൻറ്റ് മേരി വൂൾനോത്ത് വരെ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ കിങ് വില്യം സ്ട്രീറ്റിൻ്റെ ഒരു സൈഡിലാണ് ഈ ഒരു സെൻറ്റ് മേരി വൂൾനോത്ത് ആ ഒരു ഭാഗം ഉള്ളത്. അവിടെയാണ് ഒരു ചേർച്ച് ഉള്ളത്. അങ്ങോട്ട് ആ വഴി കൂടെ അവർ പോകുന്നുണ്ടെങ്കിലും അവർ ഈ ചേർച്ചിലൊന്നും കയറുന്നില്ല. അപ്പോൾ ലാക്ക് ഓഫ് സ്പിരിച്വാലിറ്റിയാണ് അവിടെ കാണുന്നത്. ഈ ചേർച്ചിൽ നിന്ന് അവർക്ക് കേൾക്കാൻ പറ്റുന്ന എന്താണ്? ബെല്ലാണ്, ഡെത്ത് ബെല്ലാണ് കേൾക്കുന്നത്. ഒരു ഡെത്ത് സൗണ്ട് ഓഫ് ദ ഫൈനൽ സ്ട്രോക്ക് ഓഫ് 9. ആ ഒരു ഡെത്ത് എന്ന് പറയുമ്പോൾ മേ ബി അവിടെ ഒരു പോസിബിലിറ്റി ഓഫ് റെജുവിനേഷൻ ഒക്കെ ആയിരിക്കും നമുക്ക് കാണുന്നത്. ഈ 9 എന്ന് പറയുന്ന ആ ഒരു നമ്പറിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ക്രൈസ്റ്റിനെ ക്രൂസിഫൈ ചെയ്തത് ആ ഒരു ദിവസത്തിലെ 9th അവറിലാണ്. ഹി ഈസ് ക്രൂസിഫൈഡ് ദ 9th അവർ ഓഫ് ദ ഡേ. ഓക്കെ, അപ്പോൾ ആ ഒരു എന്താ പറയുക, നെൽ ഓഫ് ഡെത്ത്, ഒരു എന്താ പറയുക, ആ ഒരു ഡെത്തിന് ശേഷമാണ് ഒരു റിസറക്ഷൻ അവിടെ വന്നത്. അപ്പോൾ റെജുവിനേഷൻ പോസിബിലിറ്റി അവിടെ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ ആ ഒരു ഡെത്തിൻ്റെ ഒരു സീനാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. പിന്നെ സ്പീക്കർ പറയുന്നത് അവിടെയും അത് പകുതിയിൽ നിന്നു. എന്നിട്ട് പിന്നെ പറയുന്നത് ആള് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളെ കണ്ടു, ആൾക്ക് അറിയുന്ന ഒരാളെ കണ്ടു. ആൻഡ് സ്റ്റോപ്പ് ഡെം, വിളിച്ചിട്ട് പറഞ്ഞു, സ്റ്റെറ്റ്സൺ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നീയല്ലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മൈലയിലുള്ള ഷിപ്പിൽ. ഈ മൈലയെ അത് കാണിക്കുന്നത് ഫസ്റ്റ് വേൾഡ് വാർ, അല്ലെങ്കിൽ ഒരു വാറാണ് ഈ മൈലയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് റെഫറൻസ് ചെയ്യുന്നത് ഫസ്റ്റ് വേൾഡ് വാറിനെയാണ്. അപ്പോൾ മൈലെ ഇറ്റ്സ് എ ബാറ്റിൽ ബിറ്റ്വീൻ റോമൻ ആൻഡ് കാർത്തേജ്. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു വാറാണ്. അന്ന് നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഷിപ്പിൽ എന്നാണ് പറയുന്നത്. ആ റോമൻ കാർത്തേജ് വാറിൻ്റെ അതിൽ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഷിപ്പിൽ. അപ്പോൾ ഇവിടെ റെഫറൻസ് വരുന്നത് ഫസ്റ്റ് വേൾഡ് വാർ. അപ്പോൾ അങ്ങനെ 2 വാറിൽ ഫൈറ്റ് ചെയ്യാൻ പോയി ആൾക്കാർ മേ ബി കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ദാറ്റ് കോപ്സ് യു പ്ലാന്റഡ് ലാസ്റ്റ് ഇയർ ഇൻ യുവർ ഗാർഡൻ ഹാസ് ഇറ്റ് ബിഗൺ ടു സ്പ്രൗട്ട്. അപ്പോൾ അവിടെ ഞാൻ പറയില്ല, ഒരു റെജുവിനേഷൻ, ആ ഒരു റീജനറേഷൻ, അതിനുള്ള നമ്മൾ ഒരു സംഭവം മരിച്ചതിൽ നിന്ന് ജനിച്ചു വരിക, അങ്ങനെ അത് ബ്ലൂം ചെയ്യുമോ, അതോ അതിൻ്റെ ഗ്രോത്ത് ഡിസ്റ്റർബ് ആയോ, അവിടെ റിസറക്ഷൻ പോസിബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ വേസ്റ്റ്ലാൻഡിൽ ഒരു റീബർത്ത് ഇല്ല. ഡെത്ത് വോണ്ട് കം ബാക്ക് ഇൻ വേസ്റ്റ്ലാൻഡ്. ഇതൊക്കെ നമ്മൾ മറ്റേ വേണമെങ്കിൽ ആ ഒരു ഫെർട്ടിലിറ്റി മിത്തിന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അതായത് നമ്മൾ ഇപ്പോൾ ബലി കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അങ്ങനെ ആ ഒരു ബലി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു സംഭവം നടക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. നോട്ട് ഷുവർ, അങ്ങനെ റെഫറൻസ് ഒന്നുമില്ല, പക്ഷെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് തോന്നി. അപ്പോൾ ഒരു ഫെർട്ടിലിറ്റി, ഫോർ ഫെർട്ടിലിറ്റി എ കോപ്സ് ഇസ് പ്ലാന്റഡ്. അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും പോസിറ്റീവ് റിസൾട്ട് ഉണ്ടോ, എന്തെങ്കിലും സ്പ്രൗട്ട് ചെയ്തോ, ഇത് ബ്ലൂം ചെയ്യോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ പറയുന്നുണ്ട്, കീപ് ദ ഡോഗ് ഫാർ ഹെൻസ്. മനുഷ്യരുടെ ഫ്രണ്ടാണ് എന്താ പറയുക ഈ ഡോഗ് എങ്കിലും ആ ഒരു റീജനറേഷനെ തടയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഡെവിൾ, ഈവിളായിട്ടുള്ളൊരു സംഭവം. അതിനെ ഡിഗ് ചെയ്യും അതിൻ്റെ നെയിൽ കൊണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ലൈൻ ഓഫ് ദിസ് പാർട്ട്, ദ ബറിയൽ ഓഫ് ഡെഡ്, ഇതിൽ പറയുന്നത്, യു ഹിപ്പോക്രൈറ്റ് റീഡർ, മൈ ഡബിൾ, മൈ ബ്രദർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഹിപ്പോക്രൈറ്റ് റീഡർ എന്നാണ് വിളിക്കണേ, നമ്മളെ പോലെ, എന്നെ പോലെ, എൻ്റെ ബ്രദറെ പോലെ എന്നാണ് പറയുന്നത്. ഇതും ബോഡ്ലെയർ ആളുടെ നിന്ന് എടുത്തിട്ടുള്ള ഒരു റെഫറൻസ് ആണ്, ആളുടെ നിന്ന് എടുത്തിട്ടുള്ള കോട്ടാണത്. ഇവിടെ ഡയറക്റ്റ് സ്പീക്കിംഗ് ആണ്, ഒരു റീഡറിനോട് ഡയറക്റ്റ് അഡ്രസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ ഡിഫറെൻ്റ് ഒന്നല്ല, വി ആർ നോട്ട് എക്സ്റ്റെംഡ് ഫ്രം ദ സെയിം പാത്ത്. ഒരു സാൽവേഷൻ എന്ന് പറയുന്ന സംഭവം ആഗ്രഹിക്കുന്ന മേ ബി അങ്ങനത്തെ ഒരേപോലെ ഉള്ള ആൾക്കാരാണ് നമ്മൾ. You hypocrite reader, my double, my brother. We are also the part of this wasteland. ഇതാണ് ഫസ്റ്റ് പാർട്ട്, the burial of dead, and an introduction about the author, the poem, the time, etc. Second part നെക്സ്റ്റ് ഇടാം. സോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. Till then, bye from Lost in Literature. Stay safe everyone.